അവിടെ ഒരൊറ്റ വരി മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരു വരി ഇല്ല. അരി എന്ന് കഴിഞ്ഞാലും, കാരണം അതാണ് ധർമ്മം. ധർമ്മസ്ഥല എന്ന് തന്നെയാണ് പേര്. ഈ ധർമ്മത്തെ കാണിച്ചു തരുന്ന ഗ്രന്ഥങ്ങളാണ് രാമായണവും മഹാഭാരതവും ഒക്കെ. പരോപകാരമേ ധർമ്മം പാപമേ പരപീഡനം. അന്യന്മാർക്ക് ഉപകാരം ചെയ്യലാണ് ധർമ്മം, അന്യന്മാർക്ക് ഉപദ്രവം വരുത്തലാണ് അധർമ്മം. ഇത് വേദവ്യാസ മഹർഷി 18 പുരാണങ്ങളുടെയും ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നത് ഇതാ. പരോപകാരമാണ് ധർമ്മം, പാപമാണ് പരപീഡനം. മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ വേദന ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പാപമാണ്. മറ്റുള്ളവർക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് പുണ്യം. ഓരോ കാര്യം ചെയ്യുമ്പോഴും ചിന്തിച്ചാൽ മതി. ഇവിടെ ഹനുമാൻ സ്വാമിയുടെ കഥയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സുന്ദരകാന്ഡം. സുന്ദരൻ ആണ് അവിടെ നായകൻ, ഹനുമാനാണ് നായകൻ. ഹനുമാന്റെ ആ ഒരു ദൃഢനിശ്ചയം, ഗുരുനാഥന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജാമ്പവാൻ തൻ്റെ ശക്തിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തണു. കുട്ടിക്കാലം മുതൽ ഉണ്ടായ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക. നമുക്ക് വലുത് ഓർമ്മയുണ്ടോ നമ്മൾ ചെറുപ്പം മുതൽ ചെയ്ത കാര്യങ്ങൾ? ഇവിടെ ഹനുമാൻ സ്വാമി ജനിച്ച ഉടനെ തന്നെ സൂര്യന്റെ നേരെ ചാടിയ ആളാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണു. സകല ദേവന്മാരുടെയും അനുഗ്രഹം കിട്ടിയ ആളാണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കണു. നമുക്കുണ്ടാവാറുണ്ട് ഇടയ്ക്കൊരു മൂഡൌട്ട് അവസ്ഥയുണ്ട്, ഒന്നും ചെയ്യാൻ തോന്നണില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ജാമ്പവാന്റെ ഈ വാക്കുകൾ ഓർത്താൽ മതി. ഹനുമാനെ സ്മരിച്ചാൽ മതി. ഹനുമാൻ എനിക്ക് കഴിവില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അവിടെയാണ് മനോജവം, മനസ്സിനെ ജയിച്ചയാള്, മാരുതതുല്യവേഗം, വായുവിനെ പോലെ വേഗതയുള്ള ആള്, ജിതേന്ദ്രിയം, ഇന്ദ്രിയങ്ങളെ ജയിച്ച ഒരാള്, വാദാത്മജം, വാനരയൂതമുഖ്യം, ശ്രീരാമദൂതം. ഇതിനൊക്കെ ഏറ്റവും അവസാനമായിട്ടുള്ളത് എന്താ? ശ്രീരാമദൂതം. ശ്രീരാമന്റെ ദൂതനാണ്, ഏതെങ്കിലും ഒരാളുടെ ദൂതനല്ല, ശ്രീരാമേന്ദ്രന്റെ ദൂതനാണ്, രാമദാസനാണ്. രാമദാസ് എന്നൊരു പേര് ഹനുമാൻ സ്വാമിക്കുണ്ട്. രാമന്റെ ദാസനാണ്. ആ ശ്രീരാമ ഉപാസകനായ അദ്ദേഹത്തിന് രാമദൂതൻ എന്നുള്ള ഒരു രാമ ചിന്ത അങ്ങോട്ട് വന്നപ്പോഴേക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കൊന്നും അസാധ്യമായിട്ടില്ല. ഇതാണ് ഓരോ കുട്ടികളിലും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈശ്വര ആശ്രയത്തോടുകൂടി ഈശ്വരനെ പ്രാർത്ഥിച്ചും കൊണ്ട് ഏതൊരു കാര്യത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യം ഭംഗിയായിട്ട് നടത്താൻ സാധിക്കുമെന്ന് ഓരോ കുട്ടിയുടെ ഉള്ളിലും അച്ഛനും അമ്മയും വേണം ഉറപ്പിച്ചു കൊടുക്കാൻ. നിന്നെ കൊണ്ട് സാധിക്കും. എങ്ങനെ? ഈശ്വരനെ ആരാധിച്ചാൽ. ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പൂജാമുറിയിൽ പോയിട്ട് തൊഴണം. വീട്ടിൽ വിളക്ക് വയ്ക്കുന്നിടത്ത് പോയിട്ട് തൊഴുക, നമസ്കരിക്കുക. കുളി കഴിഞ്ഞാൽ പൂജ, അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ അവിടെ പോവുക, അല്ലെങ്കിൽ തൊട്ടടുത്ത് ക്ഷേത്രങ്ങളില്ലാത്തവരുണ്ടാവും, അവർക്ക് പൂജാമുറിയിൽ പോയിട്ട് കുറച്ച് നേരം നാമം ജപിക്കുക, പൂജാമുറിയിൽ നമസ്കരിക്കുക. കടാമ്പുഴ തൊഴുതു പോണ സമയത്ത് കടാമ്പുഴ അമ്മയുടെ ഒരു ചിത്രം, പൂമൂടലിൻ്റെ ഒരു ചിത്രം വാങ്ങാൻ കിട്ടും. അത് വാങ്ങിക്കൊണ്ടുപോയിട്ട് ആ കടാമ്പുഴ അമ്മയെ കണ്ട് നമസ്കരിക്കുക. മുട്ടുകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടല്ലേ അമ്മയുടെ മുമ്പിൽ വന്നിട്ട് മുട്ടറക്കണത്. എന്നും ആ കടാമ്പുഴ അമ്മയുടെ ഒരു ചിത്രം പൂജാമുറിയിൽ വെച്ച് പോയി തൊഴുത് നമസ്കരിക്കുക. ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ആ കടാമ്പുഴ അമ്മയെ ചിന്തിച്ചും കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുട്ടുകളും ഉണ്ടാവില്ല. മുട്ടുകളൊക്കെ അമ്മ തീർത്തോളും എന്ന് ഓരോ കുട്ടിയുടെ ഉള്ളിലും, ജോലിക്ക് പോണ പുരുഷന്മാരുടെ ഉള്ളിലും, ഈ രാവിലെ അടുക്കളയിലേക്ക് ജോലിക്ക് പുറപ്പെടുന്ന ഓരോ അമ്മമാരും ആ കടാമ്പുഴ അമ്മയെ ചിന്തിച്ച് അമ്മയെ നമസ്കരിച്ചുകൊണ്ട് ഇറങ്ങി പുറപ്പെട്ടാൽ ഒരു തടസ്സവും ഉണ്ടാവില്ല. ഇത് ഓരോ വീട്ടിലും ഓരോരുത്തരും ചെയ്യുന്നുണ്ട് എന്ന് പരസ്പരം ഉറപ്പ് വരുത്തിയാൽ മതി. ആ വീട് സർവ്വ ഐശ്വര്യം നിറഞ്ഞതായിട്ട് മാറും. നമ്മൾ ചെയ്യുന്ന ഒരു പണി മാറ്റിവെക്കണ്ട, പ്രത്യേകമായിട്ട് ഒരു സമയവും നമ്മൾ മാറ്റിവെക്കണ്ട, ഒരു കാശും ചെലവാക്കണ്ട. കടാമ്പുഴ അമ്മയുടെ ഒരു ചിത്രം കൊണ്ടുപോയി ആ അമ്മയെ, പൂമൂടലിൻ്റെ ചിത്രം ധാരാളം വാങ്ങാൻ കിട്ടുമല്ലോ, കടകളിലും ഉണ്ടാവും, ഇനി ദേവസ്ഥൻ്റെ ദിക്കിലാണെങ്കിൽ അവിടെ ഉണ്ടാവും. എവിടെ വെച്ചാൽ കൊണ്ടുപോയിട്ട് തൊഴുക. ആ അമ്മയുടെ പൂമൂടൽ, ഇവിടെ വന്ന് പൂമൂടൽ തൊഴാൻ എന്നും പറ്റിയെന്ന് വരില്ല, പക്ഷേ അമ്മയുടെ പൂമൂടലിൻ്റെ ചിത്രം വീട്ടിൽ വെച്ചുകൊണ്ട് ആ അമ്മയുടെ പൂമൂടൽ തൊഴാനായിട്ട് സാധിക്കും. എത്ര ശക്തമായ തീവ്രമായ ചൈതന്യമായിരുന്നു ശങ്കരാചാര്യരുടെ ഈ വഴിക്ക് വരുമ്പോൾ. മനുഷ്യർക്ക് ആർക്കും ഈ വഴിക്ക് നടക്കാൻ പറ്റിയിട്ടായിരുന്നില്ല. ആ കാടൻ കിരാതമൂർത്തി ഭഗവതിക്ക് ദാഹം മാറ്റാനായി ഉണ്ടാക്കിയ, അമ്പ് കൊണ്ടുണ്ടാക്കിയ ആ ഒരു കുഴിയിൽ നിന്നും വരുന്ന
ദേവി ചൈതന്യം കൊണ്ട് ഒരു മനുഷ്യർക്കും ഈ വഴിക്ക് വരാൻ പറ്റാണ്ടായപ്പോഴാണ് ആചാര്യസ്വാമികൾ തെച്ചിപ്പൂ കൊണ്ട് ആ അമ്മയെ മൂടിയത്. അത് തെച്ചിപ്പൂ കൊണ്ട് മൂടിയ പൂമൂടൽ തൊഴുന്നവർക്കും ചെയ്യുന്നവർക്കും ചെയ്യാനിപ്പോൾ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല അല്ലേ. ഇപ്പോൾ ബുക്ക് ചെയ്താൽ കുറേ കൊല്ലം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വന്ന് തൊഴാൻ പ്രയാസമൊന്നുമില്ല. ദിവസവും വന്ന് രാവിലെ ഒരു 9 മണി കഴിഞ്ഞാൽ അവിടെ പൂമൂടൽ നടക്കും. അത് കഴിഞ്ഞ് പോയിട്ട് അമ്മയെ തൊഴാൻ പ്രയാസമൊന്നുമില്ല. ആർക്ക് വേണേ വന്ന് തൊഴാമല്ലോ അല്ലേ. ശക്തമായ മഴയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൗകര്യമാണ് തൊഴാൻ. ആളുകൾ മഴയൊക്കെ ആകുമ്പോൾ അയ്യോ ഒന്ന് മഴയാണ് കടമ്പുഴ തൊഴാൻ പോകണില്ല എന്നാണ് വിചാരിക്കുക. അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. കാരണം മഴയാകുമ്പോൾ തിരക്ക് കുറയും അല്ലേ. സുഖമായിട്ട് തൊഴാൻ പറ്റുക ചെയ്യുക. സാധാരണ ഞായറാഴ്ച ഉണ്ടാവണ ആ ഒരു തിരക്ക് ആയിട്ടില്ല. തിരക്ക് കാരണം ആളുകളെന്താ, മഴ കാരണം ആളുകൾ വീട്ടിലിരിക്കുകയല്ല വേണ്ടത്, ഈശ്വരാരാധന വർദ്ധിപ്പിക്കുക വേണ്ടത്. ഈശ്വരാരാധനകളുടെ ആ തീവ്രത വർദ്ധിപ്പിക്കുക വേണ്ടത്. കാരണം കാലവർഷം നാളെ നമുക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അവിടെ അമ്മ വന്ന് രക്ഷിക്കണം. ഓരോരുത്തർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കാണുമ്പോൾ ആ കാലം നമുക്ക് ബുദ്ധിമുട്ടായി വരരുത്, ഇനി മറ്റൊരാൾക്കും ഇതുപോലെയുള്ള ദുരിതങ്ങൾ ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനല്ലാണ്ട് നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. 3 രീതിയിലുള്ള ദുഃഖങ്ങളാണ്. ആധ്യാത്മിക ദുഃഖം, ആദി ഭൗതിക ദുഃഖം, ആദി ദൈവിക ദുഃഖം. അതിൽ ഭൗതിക ദുഃഖമാണ് പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടാവുന്ന ദുഃഖം. ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം. ഭൂമിയിൽ നിന്നുണ്ടാവുന്ന ഭൂകമ്പങ്ങൾ, ഈ ഉരുൾപൊട്ടലൊക്കെ ഭൂമി ഉണ്ടാവുന്ന ദുഃഖമാണ്. അതുപോലെ അവിടുന്ന് വെള്ളം ഒലിച്ചു വന്നിട്ട് അത് ജലം കൊണ്ടുണ്ടാവുന്ന ദുഃഖമാണ്. ശക്തമായ വെയിൽ ആകാശത്തു നിന്നുണ്ടാവുന്ന ദുഃഖമാണ്. കൊടുങ്കാറ്റ് വായുവിൽ നിന്നുണ്ടാവുന്ന ദുഃഖം. ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ ഇല്ലാണ്ടാക്കാൻ മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. അതിനെ ഇല്ലാണ്ടാക്കാൻ ഈശ്വരശക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഈശ്വര ആരാധന കൂട്ടുകയാണ് വേണ്ടത്. ഇങ്ങനെയൊക്കെ ദുരിതങ്ങൾ കാണുന്ന സമയത്ത് ആരെങ്കിലും വീട്ടിൽ നാമജപം വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? സാധാരണ 15 മിനിറ്റാണ് ജപിക്കാറ്. ഇങ്ങനെ ദുരിതങ്ങളൊക്കെ കാണുമ്പോൾ ഒരു 5 മിനിറ്റ് കൂടി അധികം ജപിക്കാമെന്ന് പറഞ്ഞാൽ 20 മിനിറ്റ് ആക്കിയിട്ടുണ്ടോ നാമജപം? ഇത് കൂട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ദുരിതങ്ങൾ വരികയുള്ളൂ. നിരീശ്വരവാദം പറഞ്ഞു കടന്നു കഴിഞ്ഞാൽ ദുരിതങ്ങൾ കൂടുക എന്നല്ലാണ്ട് ഈശ്വരവാദം കൊണ്ട് മാത്രമേ അല്ലേ. ഈ കൊറോണയ്ക്ക് ശേഷം നോക്കിയാൽ അറിയാം, അമ്പലങ്ങളിൽ മുഴുവൻ തിരക്ക് കൂടുക എന്നല്ലാണ്ട്. ഗുരുവായൂരൊക്കെ ചെന്ന് നോക്കണം, ഈ കൊറോണ കഴിഞ്ഞോട് കൂടിയിട്ട് ആളുകൾക്ക് നിരീശ്വരവാദം കൊണ്ട് ഒരു കാര്യവുമില്ല. ഈശ്വരൻ മാത്രമേ രക്ഷയ്ക്കുള്ളൂ എന്ന് ബോധ്യം വന്നു. ഈശ്വരൻ മാത്രമേ രക്ഷയ്ക്കുള്ളൂ. അപ്പോൾ ആളുകൾ ചോദിക്കും, ഈ ഈശ്വരനൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ദുരിതങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഈശ്വരൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ദുരിതങ്ങൾ ഉണ്ടാവുന്നത്. എന്തേ? ഈശ്വര ആരാധന ചെയ്യാത്തത് കൊണ്ട്. ഇനി ഈശ്വരാരാധന ചെയ്യുന്നവർക്ക് ദുരിതം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അവർക്ക് പൂർവ്വജന്മ കർമ്മങ്ങൾ ബാക്കിയുണ്ടാവും. ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ മാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങൾ ബാക്കിയുണ്ടാവും. അത് അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അല്ലേ, ഒരാൾ ചെയ്ത കർമ്മം കൊണ്ട്, ഒരാൾ ചെയ്ത ദുരിതം കൊണ്ട് മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കും. ഇപ്പോൾ ഒരു ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണ്. ആ ഡ്രൈവറുടെ അശ്രദ്ധ, ഒരാളുടെ അശ്രദ്ധ ആ വാഹനത്തിലുള്ള ബാക്കിയുള്ളവർക്ക് മുഴുവൻ അപകടം ഉണ്ടാക്കില്ലേ? ബാക്കിയുള്ളവർ സുഖമായിട്ടിരുന്ന് ഉറങ്ങുകയല്ലേ, ഞങ്ങൾ കാശും കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ബസ്സിൽ ചാരി ഇരുന്ന് ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അവർക്ക് അപകടം വരാണ്ടിരിക്കുകയോ? ചോദിക്കുന്ന ന്യായം വേണ്ടേ? ഡ്രൈവർ ഉറങ്ങിപ്പോയി, അതുകൊണ്ട് ബാക്കി ഉറങ്ങുന്നവർക്കൊക്കെ അപകടം പറ്റണോ? ഡ്രൈവർ ഉറങ്ങിയ ബാക്കിയുള്ളവർക്കൊക്കെ അപകടം പറ്റും. കാരണം ഇതിനെ നിയന്ത്രിക്കുന്ന ആള് നേരെയായില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ആൾ ഉറങ്ങാണ്ട് ബാക്കിയുള്ളവർ നോക്കണം. ഡ്രൈവർ ഉറങ്ങാണ്ട് ബാക്കിയുള്ളവർ നോക്കണം. അതിനാണ് കണ്ടക്ടറൊക്കെ മുമ്പിൽ തന്നെ ഇരുത്തണത് രാത്രി. ചിലപ്പോൾ അയാൾ ഉറങ്ങുന്നുണ്ടാവും. കാരണം ഒരാൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ളവർക്ക് മുഴുവൻ വിഷമുണ്ടാവും. അപ്പോൾ നമ്മൾ മൈക്കയിലൂടെ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ സ്വിച്ച് ഓഫ് ആക്കിയാൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ കേൾക്കണത് ഇല്ലാണ്ടാവില്ലേ? അയാളെ സ്വിച്ച് ഓഫ് ആക്കി തരണോ, അയാൾക്ക് മാത്രം കേൾക്കണ്ട, അങ്ങനെയാണോ? അപ്പോൾ ലൈറ്റ് സ്വിച്ച് ഓഫ് ആക്കൽ ഒരാളെ ഓഫ് ആക്കണുള്ളൂ. ആ ഒരാൾ സ്വിച്ച് ഓഫ് ആക്കുമ്പോഴേക്കും ആ മുറിയിലുള്ളവർക്ക് മുഴുവൻ ഇരുട്ടായിട്ട് മാറി. അയാളല്ലേ കുറ്റം ചെയ്തത്, ബാക്കിയുള്ളവർക്ക് ഇരുട്ടാവേണ്ട കാര്യമുണ്ടോ? പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് മുഴുവൻ അപ്പുറത്തെ മുറിയിലുള്ളവർക്ക് ഇരുട്ടുണ്ടാവില്ല. പക്ഷേ ഈ ലൈറ്റ് കിടത്തിയ മുറിയിലിരിക്കുന്ന എല്ലാവർക്കും ഇരുട്ട് തന്നെയാവും. നേരെ തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഒരാൾ ലൈറ്റ് ഇട്ടാൽ മതി, ആ മുറിയിലുള്ളവർക്ക് മുഴുവൻ വെളിച്ചം കിട്ടും. ഇവിടെ എല്ലാവർക്കും കാപ്പി കൊണ്ടോ കൊടുക്കണോ?
അത് ഒരാളാണ് ഉണ്ടാക്കണത് അല്ലേ, 10 ആൾക്കാർ കൂടിയിട്ടാണ് വെള്ളം അടുപ്പത്ത് വെക്കണത് അല്ല, ഒരാളാണ് ആ തീ കത്തിച്ചത്. ഒരാൾ തീ കത്തിച്ചിട്ടേ ഉള്ളൂ, അയാൾക്ക് മാത്രം കാപ്പി ഉണ്ടായി കുടിക്കുക, അങ്ങനെയാണോ? വിതരണം ചെയ്യാൻ അനവധി ആൾക്കാരുണ്ടാവുന്നുണ്ടെങ്കിലും ആ അടുപ്പ് കത്തിച്ചത് ഒറ്റ ഒരാളാണ്. അടോ 10 പേര് 10 തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് ചെല്ലേണ്ട ആവശ്യമുണ്ട് അടുപ്പ് കത്താൻ. ഒരാൾ ഒരു തീപ്പെട്ടിക്കൊള്ളിയും കൊണ്ട് അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്ററും കൊണ്ട് അടുപ്പ് കത്തിക്കേ വേണ്ടൂ. എത്ര പേർക്കുള്ള ചായയോ കാപ്പിയോ ഭക്ഷണമോ വേണമെങ്കിലും ആ തീയിൽ നിന്നും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല കാര്യമാണെങ്കിലും ഒരാൾ ചെയ്താൽ അതുവഴി അനവധി ആൾക്കാർക്ക് ഉപകാരമുണ്ട്. ഇനി ദോഷമായ കാര്യമാണെങ്കിലും ഒരാൾ ചെയ്താൽ മതി, അനവധി ആൾക്കാർക്ക് വിഷമമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് ചിന്തിക്കുക, നമ്മൾ ചെയ്യുന്ന കർമ്മം ദോഷമാണോ നല്ലതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുക. ഹനുമാൻ സ്വാമി ആചരിച്ച് കാണിച്ചു തന്നു. സമുദ്രലംഘനം ചെയ്ത് സുരസയുടെ പരീക്ഷണത്തിൽ നിന്ന് ജയിച്ച് മൈനാകപർവ്വതം തന്നതായിട്ടുള്ള സഹായത്തെ സ്നേഹപൂർവ്വം നിരസിച്ച് കൊല്ലാനായിട്ട് വന്ന സിംഹികയെ നിഗ്രഹിച്ച് ലങ്കയിലെത്തി ലങ്കാലക്ഷ്മിക്ക് മോക്ഷം കൊടുത്ത് ഹനുമാൻ ആ ലങ്കയിൽ സഞ്ചരിക്കാനായി തുടങ്ങി. ഹനുമാൻ ലങ്കയിലേക്ക് പ്രവേശിച്ചപ്പോഴേക്കും കാലുകുത്തിയപ്പോഴേക്കും സീതാദേവിക്കും രാവണനും ഇടതുഭാഗം തുടിച്ചു. സീതാദേവിക്ക് നല്ല ചിന്തയോടുകൂടിയുള്ള നല്ലത് വരാൻ പോണു എന്ന ഭാവത്തിൽ ഇടതുഭാഗം തുടിച്ചു. രാവണന് ദോഷം വരാൻ പോണു എന്ന് കാണിച്ചുകൊണ്ട് ഇടതുഭാഗം തുടിച്ചു. ഹനുമാൻ സ്വാമി തിരയാണ്, എവിടെയാണ്? ദശവദനമണിനിലയമായിരിക്കും മമ ദേവീയിരിപ്പിടമോർത്തോ എന്നോർത്തു മാരുതി. കനകമണി നികര വിരചിതപുരിയിലെങ്ങുമേ കാണാഞ്ഞുലങ്ക വചനമോർത്തിയിടിനാൻ. സീതാദേവിയെ രാവണൻ കൊണ്ടുപോയി ഇരുത്തിയിട്ടുണ്ടാവുക രാവണന്റെ കൊട്ടാരത്തിലാവും എന്ന് വിചാരിച്ചുകൊണ്ട് ഹനുമാൻ കൊട്ടാരങ്ങളിലൊക്കെ തെരഞ്ഞു അത്രേ, അവിടെയൊന്നും കണ്ടില്ല എന്ന് പറയുക. അപ്പോഴാണ് ലങ്കാലക്ഷ്മി പറഞ്ഞത് ഓർത്തത്. കാട്ടിലല്ല ഉള്ളത്, കൊട്ടാരത്തിലല്ല ഉള്ളത്, അശോകവനിയിലാണ് എന്നുള്ളത്. എന്നാ ശരി, ഞാൻ നോക്കാം. എവിടെയാ പോണ്ടത്? ഉപവനവും അമൃതസമാസലിലയുതവാപിയും ഉത്തുംഗ സൗധങ്ങളും ഗോപുരങ്ങളും. എന്തായാലും ആ ലങ്ക മുഴുവനൊന്ന് കാണാം. ഈ അശോകവനി എവിടെയാന്ന് പറഞ്ഞു തന്നിട്ടില്ല, ഗൂഗിൾ മാപ്പൊന്നും വന്ന് കൊടുത്തിട്ടില്ല. ലങ്കാലക്ഷ്മി ലൊക്കേഷൻ അയച്ചു തന്നാൽ നേരെ അവിടേക്ക് പോവുക, അങ്ങനെ ലൊക്കേഷൻ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അശോകവനിയിലുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെയൊക്കെ കാണുകയാണ് അത്രേ. കേമം തന്നെയാണ് കേട്ടോ, കാരണം പാർവതീദേവിക്ക് വേണ്ടിയിട്ട് വിശ്വാസം ഉണ്ടാക്കിയ നഗരമല്ലേ. കനകമണി രചിത ഭവനങ്ങളിലെങ്ങുമേ കാണാഞ്ഞു പിന്നെയും നീള നോക്കും വിധവും. ഓരോ ദിക്കിലും കനകകൊട്ടാരങ്ങളിലൊന്നും കാണാഞ്ഞ് സീതാദേവിയെ തൻ്റെ അമ്മയെ നോക്കിയും കൊണ്ട് പോവുകയാണ്. കുസുമചയ സുരഭിയോട് പവന നദി ഗൂഢമായി കൂടെ തടഞ്ഞു കൂട്ടിക്കൊണ്ടുപോയുടൻ. ആ സമയത്ത് വായുധനയൻ്റെ മനസ്സിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഉപവനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അങ്ങനെ സഞ്ചരിച്ച് ഉന്നതമായുള്ള ശിംശപാവൃക്ഷവും അശോകവനിയിൽ ചെന്നു. വലിയ വനമാണ്. ആ അശോകവനിയിൽ ഉപവനങ്ങളിലേക്ക് ചെന്നപ്പോൾ വളരെ ഉയരത്തോടു കൂടിയ ശിംശപാവൃക്ഷത്തെ കണ്ട് അതിൻ്റെ ആ ചുവട്ടിൽ ഇരിക്കുന്നതായിട്ട് വായുദേവൻ കാണിച്ചു കൊടുത്തു എന്നാണ്. അച്ഛൻ ആയിട്ടുള്ള വായു ഒരു കാറ്റ് വഴി ഹനുമാനെ എങ്ങനെ നയിച്ച് സീതാദേവി എങ്ങനെയായിരിക്കണത്? മലിനതരചികുരവസനം പൂണ്ടു ദീനയായി മൈഥിലീതാൻ കൃശഗാത്രിയായത്രയും. നിത്യേന വേഷം മാറാനൊന്നും പറ്റണില്ല. ഇവിടെ ശ്രീരാമേന്ദ്രൻ്റെ കൂടെ ആകുമ്പോൾ 1 or 2 വേഷമുണ്ട്. ഒന്ന് നനച്ചിടാം, കുളിക്കാം, അടുത്തത് മാറ്റിയാം. ഇവിടെ കുളിയും ദേവാരങ്ങൾക്കൊന്നും അവസരമില്ല. മലിനമായ വേഷം ധരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കൃശഗാത്രിയായി, തടിയൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട്. കാട്ടിലാണ് താമസമെങ്കിലും ഭർത്താവിൻ്റെ കൂടെയാവുമ്പോൾ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല. ലക്ഷ്മണൻ ധാരാളം ഫലമൂലാദികളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. ഇവിടെ രാവണൻ ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെങ്കിലും എങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കും? ഭക്ഷണമൊന്നും കഴിക്കണില്ല. ദുഃഖിച്ചിരിക്കുന്ന ആ സീതാദേവിയെ കണ്ടു. ഞാൻ ഈ എങ്ങനെ സീതാദേവിയുടെ അടുത്തേക്ക് പോവും? ഭയവിവശമവനിയിലുരുണ്ടും സദാഹൃതി ഭർത്താവു തന്നെ നിനച്ചലം. ഭർത്താവിനെ നിനച്ചലം. വീണ്ടും 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 തൻ്റെ ഭർത്താവിനെ തന്നെ ഓർത്തുകൊണ്ട്
ഓർക്ക് മാത്രമല്ല, അവിടെ രാമനാമം ജപിക്കുന്നുണ്ട്. നയനജലം, ആ കണ്ണിന്നങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. രാമരാമേതി ജപിക്കയും രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്ന സീതാദേവിയെ കണ്ടു. ഞാൻ ഈ സീതാദേവിയുടെ അടുത്തേക്ക് പോവാം എന്ന് വിചാരിക്കുകയാണ്. ദിവസകരകുലപതി രഘുത്തമൻ തന്നെ ദേവിയാം സീതയെ കണ്ടു കപീവരൻ. ദിവസകരകുലപതി എന്നാണ് പറഞ്ഞത്. ഓരോ ദിവസങ്ങളെ നമുക്ക് മാറ്റി മാറ്റി തരുന്ന ആള്, അതാണ് സൂര്യൻ. ആ സൂര്യകുലത്തിൽ ജനിച്ചതായിട്ടുള്ള രഘുത്തമന്റെ ദേവി സീതാദേവിയെ കണ്ടു. കണ്ട് മനസ്സുകൊണ്ട് നമസ്കരിച്ചു. അദ്ദേഹം ചിന്തിക്കുക, ദിവസകരകുലപതി രഘുത്തമൻ കാര്യവും ദീനത എന്നിയെ സാധിച്ചിരുന്നു ഞാൻ. ആ സൂര്യകുലാപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ കാര്യം, സീതാദേവിയെ കാണുക എന്നുള്ള കാര്യം ഞാൻ സാധിച്ചു. എങ്ങനെ? ദീനമെന്നിയെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പറയും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കഴിഞ്ഞു എന്ന് പറയും. ഇവിടെ ഹനുമാന് ബുദ്ധിമുട്ടില്ലാണ്ടിരുന്നിട്ടുണ്ടോ? ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും ബുദ്ധിമുട്ടായിട്ട് കരുതിയില്ല. അവിടുന്ന് സുഗ്രീവന്റെ ശ്രീരാമന്റെ അടുത്ത് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ തന്നെ ഒരു രാക്ഷസൻ വരികയുണ്ടായി. ആ രാക്ഷസൻ എങ്ങനെയാ വന്നത് വെച്ചാൽ, ഒരു ശൂലത്തിൻ്റെ മുകളിൽ ഒരാനയെ കോർത്തിട്ട് ആനയെ എങ്ങനെ വിഴുങ്ങുക അത്രേ. ആനയെ വിഴുങ്ങുക. ഇപ്പം ചില ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് കാണേണ്ടി വന്നിട്ടില്ല. ചിത്രങ്ങളിലും വീഡിയോയിലൊക്കെ ഭക്ഷണം ഓരോ കോലുകൊണ്ട് കുത്തിയെടുത്തിട്ട് വായേക്ക് ഇടണത്. കൈ കൊണ്ട് തൊടാൻ പോലും പറ്റില്ല, അത്ര വൃത്തികെട്ട ഭക്ഷണമാണ് തോന്നണോ. കൈ കൊണ്ട് തൊട്ടാൽ കൈ കഴുകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാന്ന് വെച്ചാൽ ഓരോ കോലും കൊള്ളി കൊണ്ട് കുത്തിയിട്ട് വായിലേക്ക് ഇട്ട് വിഴുകുക. സ്പൂണും മുള്ളും എന്തൊക്കെ പേരുണ്ട് അത്രേ. ഭക്ഷണം കഴിക്കാൻ മുള്ള് വേണം അത്രേ. മുള്ള് ഒഴിവാക്കുക ചെയ്യുക ഭക്ഷണത്തിൽ നിന്നൊക്കെ. വല്ല കരടൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ടാണ് കഴിക്കുക. അങ്ങനെയല്ല, അത് കഴിക്കണം എന്നുണ്ടെങ്കിൽ അല്ലേ. ഇത് ആര് കാണിച്ച് എന്താ? അസുരന്മാരുടെ സ്വഭാവമാണ് എന്നാണ് പറഞ്ഞത് അല്ലേ. ഏതെങ്കിലും ദേവന്മാർ കോലും കൊള്ളിയൊക്കെ എടുത്ത് ഇത് കഴിക്കണുണ്ടോ? കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നല്ലാണ്ട്, കൈകൊണ്ടല്ലാണ്ട് ഭക്ഷണം കഴിക്കരുത്. കൈയോട് തൊടാൻ പാടില്ലാത്തൊരു സാധനം എങ്ങനെയാണ് വായിക്ക് കൊണ്ടുപോവുക? കൈ കഴുകിയ പോരെ അല്ലേ. അല്ലെങ്കിൽ തുടയ്ക്കാനാണെങ്കിൽ തുടയ്ക്കാനുള്ള പേപ്പറും കിട്ടും. തുടച്ചാലും കുഴപ്പമൊന്നുമില്ല. ചിലക്ക് കൈ കഴുകാൻ മടി. അസുരിക സ്വഭാവമാണ്. സ്വയം പ്രഭാഗതിക്ക് തൊട്ടു മുമ്പായിട്ട് കാണാം ഒരസുരൻ അവിടെ ആനയൊക്കെ അങ്ങനെ ഒരു കോല് കൊണ്ടുകൊണ്ട് കുത്തുക, വായിൽക്കിട്ട് വിഴുങ്ങുക. അങ്ങനെ ഒരു അസുരൻ വരിക അത്രേ. അപ്പോൾ വാനരന്മാർ വിചാരിച്ചു ഇതാണോ രാവണൻ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് ചെന്ന് ആ അസുരനെ തല്ലി കൊന്നു അത്രേ. ഭദ്രകാളിയുടെ ഉഗ്രരൂപം പറയുന്നുണ്ട്. തിരുമാന്താംകുന്നിലമ്മയുടെ ആ ഒരു രൂപം പറയുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട്, ദേവിയുടെ ഒരു കമ്മല് ആനയാണ് അത്രേ. ഒരാനയെ ഒരു ചെവിയുടെ മുകളിൽ തൂക്കിയിടാൻ പറ്റുന്ന ദേവിയുടെ രൂപം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ദേവിയുടെ ശക്തി. ഒരു കാതിൽ സിംഹമാണ്. ഭഗവതിയുടെ കളമ്പാട്ടിന് കളം വരച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. കാതിലാന, ആ കാതിൽ സിംഹം. ഒരു കാതിൽ ആനയാണ് കടുക്കാനായിട്ട്, മറ്റേ കാലിൽ സിംഹമാണ്. അങ്ങനെ ആനയെ കോലില് കോർത്ത് തിന്നാൻ വരുന്ന രാക്ഷസനെയൊക്കെ കൊന്നിട്ട് അവിടെ തന്നെ ഒരു അസുരൻ രാക്ഷസന്റെ പ്രഭാവം നേടിയിട്ടുണ്ട് വന്നു. കുരങ്ങന്മാരൊക്കെ കൂടി തല്ലി കൊന്നു അവിടെ. അത് കഴിഞ്ഞിട്ടാണ് സ്വയംപ്രഭാദേവിയെ കണ്ട് ആ അനുഗ്രഹം വാങ്ങുന്നതും സ്വയംപ്രഭയുടെ കഥകളൊക്കെ പറയണത്. അത് കഴിഞ്ഞിട്ടാണ് സമ്പാദിയുടെ അടുത്ത് എത്തുന്നത്. സമ്പാദിയെ കാണുമ്പോഴേക്ക് തന്നെ പേടിക്കുകയെന്ന് വാനരന്മാരെല്ലാവരും കൂടി അല്ലേ. ഈ കഴുകൻ നമ്മളെയൊക്കെ ഇപ്പോൾ കൊന്നു തിന്നിയാണല്ലോ ഉണ്ടാവുക എന്ന് പറഞ്ഞ് പരിഭ്രമിക്കണം. പിന്നെ സമ്പാദിയിൽ നിന്നും ലങ്കയിൽ സീതാദേവി ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എങ്ങനെ അവിടേക്ക് പോവുക എന്നുള്ള പരിഭ്രമങ്ങൾ. പിന്നെ ഹനുമാൻ ചാടാൻ പുറപ്പെട്ടപ്പോൾ സുരസ തുടങ്ങിയിട്ടുള്ള ആ തടസ്സങ്ങൾ, പരീക്ഷണങ്ങൾ, സിംഹികയുടെ പരീക്ഷണം, ലങ്കാലക്ഷ്മിയുടെ തടസ്സം, ഇങ്ങനെ തടസ്സങ്ങൾ ഒരുപാടുണ്ടായി. എന്നിട്ടും ഹനുമാൻ ഇവിടെ പറഞ്ഞത് എന്താ? ദീനത എന്നിയെ സാധിച്ചതിന്നു ഞാൻ. ദീനങ്ങളൊന്നും ഇല്ലാണ്ട് ഞാൻ സാധിച്ചുല്ലോ എന്നാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് സാധിച്ചു എന്നാണ്. ഒരു കാര്യം പൂർത്തിയാക്കി കഴിയുമ്പോൾ, വിജയിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള തടസ്സങ്ങളൊക്കെ നിസാരമായിട്ട് തോന്നും. ഒരു വിധം ഞാനവിടെ എത്തിപ്പെട്ടു കേട്ടോ. ഒരു വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിയിൽ കുറേ ബ്ലോക്കും തടസ്സങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മുമ്പുണ്ടായ തടസ്സങ്ങളൊക്കെ സാരമില്ല. 10ാം ക്ലാസ് തുടങ്ങുമ്പോഴേക്കും തന്നെ അടുത്ത കൊല്ലം 10ാം ക്ലാസ്സാണ്, അത് അടുത്ത കൊല്ലം 10ാം ക്ലാസ്സാണ് എന്ന് പറഞ്ഞു 9ാം ക്ലാസ്സിൽ നിന്നേ തുടങ്ങും ബാക്കിയുള്ളവരുടെ
ആ ഒരു അടുത്ത കൊല്ലം 365 ദിവസം കഴിഞ്ഞിട്ട് വേണം 10ാം ക്ലാസ് ആവണമെന്നുണ്ടെങ്കിൽ 9ലേക്ക് പാസ്സായിട്ടേ ഉള്ളൂ, അടുത്ത കൊല്ലം 10ആണെന്ന് പറഞ്ഞാൽ പേടിപ്പിക്കാൻ തുടങ്ങും. ഇതൊക്കെ ജയിച്ചു കഴിഞ്ഞാലോ പിന്നെ ഈ 2 കൊല്ലം പേടിച്ചതൊക്കെയോ കുഴപ്പം, ഇത്രയേ ഉള്ളൂ 10ാം ക്ലാസ് പറഞ്ഞാൽ. ഇത് പറഞ്ഞ കേട്ടപ്പോൾ വിചാരിച്ചു വലിയ കാര്യം. അപ്പം നമ്മളെ സംബന്ധിച്ച് 10ാം ക്ലാസ് ജയിക്കുക പറഞ്ഞാൽ വല്ല പ്രയാസമുണ്ടോ? കാരണം നമ്മൾ ജയിച്ചു വന്നതാണ്. ജയിച്ചു വന്നതാവുകൊണ്ട് നമുക്ക് 10ാം ക്ലാസ് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പേടിയൊന്നുമില്ലേ. ഞാനൊക്കെ അത്യാവശ്യം 210 മാർക്ക് വാങ്ങിയിട്ട് ജയിച്ചിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് റാങ്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും ജയിച്ചു വന്നവരെ സംബന്ധിച്ച് അതിനിടയിലുള്ള തടസ്സങ്ങളൊക്കെ നിസാരമാണ്. ഇതാദ്യം മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇടയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. ആ തടസ്സങ്ങളെ മുഴുവൻ ഞാൻ തരണം ചെയ്ത് വിജയിക്കും എന്ന നിശ്ചയം വേണം. മനസ്സിലാണ് ഉറപ്പിച്ചാൽ മതി, ഞാനത് നേടിയെടുക്കും. വിചാരിച്ചാൽ അല്ലേ, നടക്കുന്ന വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യവുമില്ല. ഇനി നടക്കില്ല എന്ന് വിചാരിച്ചാലോ ഒന്നും നടക്കൂല്ല. അതിനെന്താ വേണ്ടത്? നമ്മൾ എണീറ്റങ്ങനെ നടക്കുക വേണ്ടതേ. അപ്പം എനിക്ക് പോവാൻ വയ്യ എന്ന് പറഞ്ഞിവിടെ ഇരിക്കുമ്പോൾ അവിടെ എത്തണമെങ്കിൽ എന്ത് വേണം? എണീക്കുക, നടക്കുക. അവിടെ നടന്നാൽ എത്താത്തതായിട്ട് സ്ഥലമൊന്നുമില്ല അല്ലേ. ഈ ഗൂഗിൾ മാപ്പിലൊക്കെ ഇപ്പോൾ റൂട്ട് നോക്കുന്ന സമയത്ത് 3-4 ഓപ്ഷൻ കാണിക്കും. നിങ്ങൾക്ക് നടന്നു പോകണോ? നടന്നു പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് അവിടെ എത്താം. നടന്നു പോവുകയാണെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് എത്താം. കാറിനാണെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് എത്താം. ബൈക്കിനാണെങ്കിൽ ഇത്ര മണിക്കൂർ കൊണ്ട് എത്താം എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ സമയം കാണിക്കും. ഇനിയിപ്പോൾ കാറ് കിട്ടിയില്ല, ബൈക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ പോകാണ്ടിരിക്കേണ്ട, നടന്നോളൂ അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഗുരുവായൂർക്ക് ഞാൻ ഇന്നലെ വെറുതെ നോക്കിയതാണ് ഗുരുവായൂർക്ക് എത്ര ദൂരം ഉണ്ടെന്ന്. അപ്പോൾ കാറിന് പോവുകയാണെങ്കിൽ 1 മണിക്കൂറും 16 മിനിറ്റ് കാണിക്കണത്. നടന്നു പോവുകയാണെങ്കിൽ 9 മണിക്കൂർ മതി ഇത്ര. ഇനി ഹർത്താലൊക്കെ ഉള്ള ദിവസം എന്താ വെച്ചാൽ ഗുരുവായൂർക്കാണ്ട് നടന്നോളൂ അല്ലേ. രാവിലെ 9 മണിക്കൂറേ വേണ്ടു. രാവിലെ ഒരു 3 മണിക്ക് എണീറ്റിട്ട് നടന്നാൽ മതി, വെയിലും ഉണ്ടാവില്ല. ഏതാണ്ട് അവിടെ ഉച്ചപൂജ ആകുമ്പോഴേക്കും അവിടെ എത്താം. ഹർത്താലല്ലേ, അവിടെ തിരക്കൊന്നും ഉണ്ടാവില്ല. നടന്നു പോണവർ ഹർത്താൽ അനുകൂലികളാരും തടുക്കാറില്ല അല്ലേ. ബസ്സിൽ വാഹനത്തിലോ കാറിലോ ഒക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഉപദ്രവിച്ചു അല്ലെങ്കിൽ തടസ്സം ഉണ്ടാക്കി എന്ന് പറയുക. നടന്നു പോകുമ്പോൾ ഇപ്പോൾ ഗുരുവായൂർക്ക് പോവുക എന്ന് പറഞ്ഞാലും അവർക്ക് തടയാനൊന്നും പറ്റില്ല അല്ലേ. ഈ നടക്കണതിന് ഹർത്താലൊന്നും ബാധിച്ചിട്ടില്ല. നടക്കണം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്, പോയിട്ടില്ല. നടക്കണം, നടക്കാണ്ടിരിക്കുക. ഇപ്പം നമ്മൾ ശബരിമലയ്ക്ക് നടക്കണില്ലേ, എന്നാൽ വയ്യാത്തവരെടുത്ത് കൊണ്ടുപോകണില്ലേ. ഉണ്ടാവുമെന്ന് ഇല്ലാണ്ടിരിക്കില്ല. ഇപ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ശബരിമലയ്ക്ക് നടന്നു വരുന്ന ആൾക്കാരില്ലേ. ഇപ്പോൾ പത്തനംതിട്ടയുള്ള ആൾക്കാർ കാറെടുത്ത് പോകും ചിലപ്പോൾ. പക്ഷേ ആന്ധ്രാപ്രദേശിലും കർണാടകയിലൊക്കെ ഉള്ള ആൾക്കാർ നടന്നു വരുന്നുണ്ട് അല്ലേ. വരുന്ന വഴിക്ക് നമ്മുടെ അമ്പലത്തിൽ ഒക്കെ താമസിക്കാറുണ്ട്. അവർ ഒരു രാത്രി അവിടെ ഒരു വിശ്രമമായിട്ട് അവിടെ നിൽക്കാറുണ്ട്. നടന്നു പോകുക, ചെരുപ്പ് പോലും ഇടാണ്ട് നടന്നു പോകണവർ. അപ്പം എന്താ വെച്ചാൽ ഭക്തിയുടെ ആ ഒരു തലത്തിലും എത്തിയാൽ പിന്നെ ഒരു കാലത്ത് ഈ വാഹനം ഇല്ലാത്ത കാലത്ത് നടന്നു തന്നെയല്ലേ പോയിരുന്നത്. പൂന്താനവും മേൽപ്പത്തൂരൊക്കെ പോയിരുന്നത് നടന്നിട്ട് തന്നെയല്ലേ. അന്ന് വാഹനം ഇല്ലാത്തതുകൊണ്ട് നടന്നു പോവുക, നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നടക്കാൻ മടിയാണ് ആൾക്കാർക്ക് എന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത്, വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവസരങ്ങളുണ്ട്. നടക്കാൻ കാലുകൾ തന്നിട്ടുണ്ട്, വഴിയിൽ വിശ്രമിക്കാനായിട്ട് വിശ്രമ കേന്ദ്രങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ നടന്നു പോവുകയാണ്, എനിക്ക് കുറച്ച് വെള്ളം വേണം, എന്തെങ്കിലും ഭക്ഷണം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയൊന്നും തുറന്നുണ്ടാവില്ലല്ലോ ഹർത്താലിന്. ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാളും തരാണ്ടിരിക്കില്ല. ഭക്ഷണമോ വെള്ളമോ എന്താ വേണ്ടത് വെച്ചാൽ തരും. പക്ഷെ എന്ത് വേണം? വേണമെന്നുള്ള ചിന്ത, ലക്ഷ്യം, അതെനിക്ക് നേടുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചാൽ അതിന് തടസ്സങ്ങളൊന്നുമില്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ അതിനെ തടയാൻ ഒരാളെ കൊണ്ടും ആവില്ല. ഇനി ആരെങ്കിലും തടയാൻ പുറപ്പെട്ടാൽ അവരനുസരിക്കും വേണ്ട. പ്രഹ്ലാദൻ നാമം ജപിക്കുമെന്ന് ഉറപ്പിച്ച സമയത്ത് അച്ഛനായിട്ടുള്ള ഹിരണ്യകശിപു തന്നെയായിരുന്നു തടസ്സം. സ്വന്തം അച്ഛൻ തടസ്സമായിട്ട് നിന്നിട്ടും പ്രഹ്ലാദൻ ആ തടസ്സത്തെയൊക്കെ അവഗണിച്ചുകൊണ്ട് നാമം ജപിച്ചില്ലേ. ഭഗവാൻ വന്നിട്ട് പ്രഹ്ലാദനെ എടുത്ത് മടിയിൽ വെച്ചില്ലേ, ഭക്തന്മാരിൽ വെച്ച് ഒന്നാമനായിട്ട് മാറ്റിയില്ലേ. അപ്പം എന്താ വെച്ചാൽ നല്ല കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവും ധാരാളം. പാലാഴി മഥനത്തിന് തുടങ്ങിയ സമയത്ത് കാളകൂട വിഷം വന്ന് തടസ്സം ഉണ്ടാക്കിയില്ലേ. പക്ഷെ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും, അതിനെ തരണം ചെയ്യണം. സീതാദേവിയെ കാണാനായിട്ട് ഹനുമാൻ പുറപ്പെട്ടു, തടസ്സങ്ങളൊക്കെ തരണം ചെയ്ത് സീതാദേവിയെ കണ്ടു കഴിഞ്ഞപ്പോൾ
ആ ദീനത എന്നിയേ, വലിയൊരു വാക്കാണ് ദീനത എന്നിയേ. ഇത്രയൊക്കെ തടസ്സം ഉണ്ടായിട്ടും ഹനുമാൻ പറഞ്ഞത് വിഷമമൊന്നുമില്ലാണ്ട് ഞാൻ കണ്ടുല്ലോ എന്നുള്ളത്. എന്നാൽ ഈ ദേവിയെ എങ്ങനെയാ ഒന്ന് പരിചയപ്പെടുക? ഇന്നേവരെ കണ്ടിട്ടില്ല. ദേവിക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുമോ? ഇനി പറഞ്ഞാൽ വിശ്വസിക്കുവോ? ഒരു കുരങ്ങൻ കടലിൽ ചാടി വരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുവോ? എന്തായാലും ദേവിയെ കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ശബ്ദം കേട്ടത് അത്രേ. അസുരകുലാവര നിലയനത്തിൽ പുറത്തു നിന്നാശൂചില ശബ്ദഘോഷങ്ങൾ കേൾക്കായി. അസുരകുലവര നിലയനത്തിൽ നിന്നും, രാവണന്റെ കൊട്ടാരത്തിൽ നിന്നും ചില ശബ്ദകോലാഹലങ്ങൾ. നോക്കുമ്പോൾ രാവണന്റെ പുറപ്പാടാണ് അത്രേ. എങ്ങടാ പോണത്? ആ രാവണൻ വിബുധകുലരിഭൂതശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ. അസുരകുലത്തിൻ്റെ വിബുധ കുലരിപു, ദേവന്മാരുടെ കുലം. ആ ദേവന്മാരുടെ കുലത്തിൻ്റെ റിപു, ശത്രുവായിട്ടുള്ള, അപ്പോൾ അസുരകുലപതിയായിട്ടുള്ള, രാക്ഷസകുലപതിയായിട്ടുള്ള ദശമുഖന്റെ വരവ് കാണുകയാണ് അത്രേ. കണ്ടപ്പോ നല്ല അത്ഭുതം തോന്നിയത്രേ. കാരണം എന്താ വെച്ചാൽ അസുരസുര നിശിചരവരാംഗനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും, ധാരാളം അസുര സ്ത്രീകളൊക്കെ കൂടെ പരിചരിക്കാനായിട്ടുണ്ട്. പിന്നെ ആ രാവണന്റെ ദേഹം വളരെ വളരെ സുന്ദരാണ് അത്രേ. രാവണൻ നല്ല കാണാൻ ഭംഗിയുള്ളയാളാണ്. ഒരു മുഖമുള്ള ആളെ തന്നെ കാണാൻ സുന്ദരനാണെന്നുണ്ടെങ്കിൽ അതുപോലെ സുന്ദരമായ 10 മുഖങ്ങളോടുകൂടിയ ആള് രാവണൻ കേമൻ തന്നെയാണ്. സാധാരണ ചെറിയൊരു ശത്രുവൊന്നും അല്ലാതെ. കൈലാസപർവ്വതമെടുത്ത് അമ്മാനമാടിയ ആളാ. നമുക്ക് കൈലാസത്തിലേക്കൊന്നും പോകാൻ തന്നെ പറ്റണില്ല. പോകണമെന്നുണ്ടെങ്കിൽ തന്നെ ഇന്ന് ചൈനയുടെ വിസയൊക്കെ വേണം അത്ര. ചൈനയിലായിരിക്കണത് അല്ലേ? ചൈനയിൽ ഇരിക്കുകയല്ല, ചൈനക്കാര് കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഭാരതത്തിൻ്റെയാണ് കൈലാസം. ശിവന് ചൈനയിൽ പോയിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നവരുടെ ചൈനയിൽ പോയിരിക്കേണ്ട കാര്യമുണ്ടോ മഹാദേവന്? സത്യമായിട്ടുള്ള ഭാരതത്തിലല്ലേ? ഭാരതമാണ്. കൈലാസം വരെയുള്ള പ്രദേശം ഭാരതം തന്നെയാണ്. ഭാരതത്തിൻ്റെ പല പല ഭാഗങ്ങളും അടർന്നടർന്ന് പോയി, അല്ല അടർത്തി കൊണ്ടുപോയി ഭാരതമല്ല അല്ല എന്ന് പറഞ്ഞിട്ട്. അല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അതെ എന്നുള്ളത് തന്നെയാണ് സത്യം. ആ കൈലാസപർവ്വതം ഇന്ന് നേപ്പാളിൽ വഴി ആണ് ചൈനയിലെത്തണം. ആ കൈലാസം, ഹിമാലയം മുഴുവൻ ഭാരതത്തിൻ്റെയാണ്. ആ കൈലാസപർവ്വതത്തിലേക്ക് ചെന്ന് കൈലാസപർവ്വതത്തെ എടുത്ത് ഒരു കയ്യിലെടുത്തപ്പോൾ തോന്നി അങ്ങനെ എടുത്താൽ പോരാ, മറ്റേ കയ്യിലേക്ക് ഇങ്ങനെ മാറ്റുകയല്ല ഉണ്ടായത്. ഒരു കൈ കൊണ്ട് അങ്ങോട്ട് ഇട്ട് മറ്റേ കൈയിലേക്ക് ഇങ്ങോട്ട് പിടിക്കുക. 20 കൈകളുണ്ടല്ലോ. 20 കൈകളെ കൊണ്ടും അമ്മാനമാടിയ ആളാണ് രാവണൻ. ചില്ലറക്കാരനൊന്നുമില്ല. അത് കണ്ട് സന്തോഷിച്ചാണ് രാവണന് ചന്ദ്രഹാസം കൊടുത്തത് മഹാദേവൻ. എന്താ അങ്ങനെ തൻ്റെ വീടെടുത്താകെ അങ്ങോട്ട് ഇങ്ങോട്ടും തകിടം മറച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുക ചെയ്യുക. അതിന് വേറൊരു കാര്യം ഉണ്ടായി ഇത്രയും. അവിടെ പാർവതി പരമേശ്വരന്മാർ തമ്മിൽ ഗംഗാദേവിയുടെ പേരും പറഞ്ഞുകൊണ്ട് ചെറിയൊരു അലോഗ്യം ഉണ്ടായ സമയമായിരുന്നു അത്രേ. പാർവതി ഞാൻ പിണങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോണ സമയത്താണ് ഈ കൈലാസമാകെ കുലുങ്ങിയത് അത്രേ. അപ്പോൾ പാർവതി വിചാരിച്ചു അത്രേ, അതെ ഈ കൈലാസം ഇങ്ങനെ കുലുങ്ങണത് കല്യാണം കഴിഞ്ഞ് വന്ന ഭാര്യ ദേഷ്യപ്പെട്ടാൽ മതി വീട് കുലുങ്ങാനായിട്ട്. കല്യാണം കഴിഞ്ഞ് വന്ന ഭാര്യ, ആ വീട്ടിൽ ജനിച്ച പെൺകുട്ടി എത്ര ഒച്ചയിട്ടാലും ആ വീടിന് കുലുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷേ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണ് ദേഷ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തറവാടാകെ കുലുങ്ങും. അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്യും? ഈ വീട് പണ്ടേ മുത്തശ്ശന്മാരുണ്ടാക്കിയ വീടാ, കുലുങ്ങണ്ട വിചാരിച്ച് വേറൊരു വീടുണ്ടാക്കി പോയി താമസിക്കും അല്ലേ? അവിടെ എത്തിയാൽ കുലുക്കൊന്നും ഇല്ലേനോ അല്ലേ? ഇത് അത്ഭുതമൊന്നുമല്ല, ഇത് കൈലാസത്തിൽ അന്ന് ഉണ്ടായതാണ്. പാർവതിദേവി എന്നിങ്ങനെ പിണങ്ങിപ്പോകുമ്പോൾ ഈ മഹാദേവൻ ഇടയ്ക്കിടയ്ക്ക് ഗംഗാദേവി പാർവതി കൊണ്ട് മാറിക്കഴിഞ്ഞാൽ ഗംഗയെ എടുത്ത് മടിയിൽ വെച്ച് ലാളിക്കും അത്രേ. ഒരു ദിവസം അത് കഴിഞ്ഞ് പാർവതി അവിടെ നിന്ന് ഇങ്ങനെ വരണമെന്ന് കേൾക്കുമ്പോഴേക്കും വേഗം ഗംഗയെ എടുത്ത് തലയിൽ അവിടെ കെട്ടിവെക്കും. ഇങ്ങനെ ഒരു ദിവസം പാർവതി കണ്ടുകൊണ്ട് വന്നു എന്നാണ് അല്ലേ? ഏതൊരു ഭാര്യയ്ക്ക് തയ്ക്കിയ ഭർത്താവ് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് സല്ലപിക്കണത്. അപ്പോൾ ദേഷ്യപ്പെട്ട് പോവാൻ നോക്കുമ്പോൾ ആണ് കൈലാസം ഇളകണത് കണ്ടപ്പോൾ പാർവതിക്ക് മനസ്സിലായി ഇത്രേ, താനിങ്ങനെ കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന് താൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആ തറവാടിന് കേടാണ്. അതുകൊണ്ടാണ് ആ തറവാട് കുലുങ്ങണത്. വേഗം തിരിച്ച് വരുമായിരുന്നു അത്രേ. വേഗം തിരിച്ചു വന്നു. ഇതേ സമയത്ത് പരമേശ്വരനും തോന്നി ഇത്രേ, ആ ഭാര്യ അങ്ങനെ പിണങ്ങിപ്പോയത് കൊണ്ടാണ് കൈലാസം ഇങ്ങനെ കുലുങ്ങണത്. എന്തായാലും ഭാര്യ തിരിച്ചു വരാൻ കാരണമായത് എന്താ?
രാവണൻ ആ കൈലാസത്തെ പിടിച്ച് കുലുക്കുകണ്ട. ഇല്ലെങ്കിൽ പാർവതി പിണങ്ങിയിട്ട് പോവും. കൈലാസപർവ്വതം കുലുങ്ങണത് കണ്ടപ്പോൾ പാർവതി തിരിച്ചു വന്നു. അപ്പോൾ പാർവതി തിരിച്ചു വരാൻ കാരണമായ ആ രാവണന് സന്തോഷം കൊണ്ട് അനുഗ്രഹം കൊടുത്തു അത്രേ. അങ്ങനെ ചന്ദ്രഹാസമൊക്കെ കൊടുത്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാർവതിക്ക് മനസ്സിലായി, അപ്പം താൻ പോയതുകൊണ്ടല്ല കൈലാസം കുലുങ്ങിയത്, രാവണൻ പിടിച്ച് കുലുക്കിയത് കൊണ്ടാണ്. എന്തായാലും രാവണൻ പിടിച്ച് കുലുക്കൊണ്ടല്ലേ താൻ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. അപ്പം തനിക്ക് ഭർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരാൻ കാരണക്കാരനായ രാവണനെ അനുഗ്രഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിക്കാൻ ചെന്നു അത്രേ. അപ്പം രാവണൻ പറഞ്ഞു അത്രേ, ഒരു പെണ്ണിൻ്റെ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അത്രേ. അങ്ങനെ സ്ത്രീകളായ സ്ത്രീകളെ മുഴുവൻ നീ അപമാനിക്കുകയാണ് അല്ലേ, എന്നാൽ ഒരു സ്ത്രീ കാരണം നിന്റെ നാശം വരും എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി രാവണനെ ശപിക്കുകയും ചെയ്തു എന്നാണ്. അതിനുശേഷമാണ് നന്ദികേശ്വരൻ അല്ലേ, തൻ്റെ ദേവനാണല്ലോ പാർവതിയും മഹാദേവനും. അപ്പോൾ തൻ്റെ ദേവൻ്റെയും ദേവിയുടെയും ആ ഒരു പിണക്കം മാറാൻ രാവണൻ കാരണക്കാരനായില്ലേ, എന്നാൽ രാവണനെ ഒന്ന് അനുഗ്രഹിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയത് അത്രേ നന്ദികേശ്വരൻ. പറഞ്ഞു അത്രേ, ഈ കാട്ടിൽ കിടക്കുന്ന മൃഗങ്ങളുടെ അനുഗ്രഹമൊന്നും എനിക്ക് വേണ്ട. നന്ദികേശ്വരൻ കാളയാണല്ലോ, മൃഗങ്ങളുടെ അനുഗ്രഹമൊന്നും വേണ്ട, ഈ കുരങ്ങന്മാരെ പോലെ ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന എന്ന് പറഞ്ഞ് നന്ദികേശ്വരനെ കളിയാക്കി. അപ്പം നന്ദികേശ്വരൻ ശപിച്ചു അത്രേ, കാട്ടിൽ കിടക്കുന്ന ജീവജാലങ്ങളും മൃഗങ്ങളൊക്കെ അങ്ങനെ മോശം എന്നാണോ നിന്റെ വിചാരം, എന്നാ ചാടി കളിക്കുന്ന ഒരു കുരങ്ങനും നിന്റെ നാശത്തിന് കാരണമാവട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു അത്രേ. മഹാദേവന്റെ അനുഗ്രഹം കിട്ടി. മഹാദേവന്റെ അനുഗ്രഹം മാത്രം പോരാ, ആരുടെയും വേണം, പാർവതിയുടെ അനുഗ്രഹവും വേണം. പക്ഷേ അത് സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിച്ചു. അതുകൊണ്ടാണ് സ്ത്രീ മൂലം നാശം ഉണ്ടായത് രാവണന്. പറയാറുണ്ട്, രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് കലഹം എന്നാണ്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് കുഞ്ഞുതമ്പ്യാർ പറഞ്ഞത് ഈ നിങ്ങളെ മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകൾ കലഹം ഉണ്ടാക്കണമെന്നല്ല. ചിലക്കാർ പറയാറുണ്ട് സ്ത്രീകൾ മൂലമാണ് കലഹം, കനകം മൂലം സമ്പത്ത് സ്വർണം മൂലമാണ്. ഒരു കാര്യം ചെയ്താൽ പോരെ, എന്നാൽ പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോൾ സ്വർണം വേണ്ടാന്ന് വിചാരിച്ചാൽ പോരെ. അതെ, നീ വരുന്ന സമയത്ത് സ്വർണ്ണം ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ, കഴുത്തിലിടാനുള്ള താലി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് വേറെ സ്വർണ്ണമൊന്നും വേണ്ടാന്ന് വിചാരിച്ചാൽ പോരെ. അത് വിചാരിക്കൂല്ല അല്ലേ, അത് വേണ്ട വിചാരിക്കൂല്ല. എത്രയേ ഉള്ളൂ ആഭരണങ്ങൾ എന്ന് ചോദിക്കുക എന്നല്ലാണ്ട് അത് വേണ്ടാന്ന് വിചാരിക്കില്ല. ഈ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് പറഞ്ഞത് രാമായണത്തെയും മഹാഭാരതത്തെയും എന്നും വായിക്കണം എന്നാ പറഞ്ഞത്. കാരണം കനകം മൂലം ഉണ്ടായ കലഹമാണ് ഭൂമി, പാണ്ഡവന്മാരുടെ ഭൂമി അവർക്ക് കൊടുക്കാണ്ട് കൗരവന്മാർ കൈവശം വെച്ചതിൻ്റെ പേരിലുണ്ടായ ദുഃഖമാണ് മഹാഭാരത യുദ്ധം. കാമിനി മൂലം ഭാര്യ മൂലം ശ്രീരാമന്റെ ഭാര്യയിൽ രാവണന് മോഹം തോന്നിയത് കാരണം ഉണ്ടായതായ യുദ്ധമാണ് രാമായണം. അപ്പൊ രാമായണവും മഹാഭാരതവും വായിക്കണം, മനസ്സിലാക്കണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് പാവം സ്ത്രീയെയും സ്വർണത്തെയും കുറ്റം പറയുക, ഒരു കുറ്റവും ചെയ്യാത്തവര്, ജനിച്ച വീട്ടിൽ പോലും പണിയെടുക്കാത്തവര് കല്യാണം കഴിഞ്ഞ് ചെന്ന് വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ പണിയെടുക്കണു അവിടെ അല്ലേ, അലക്കുകാരൻ്റെ ജോലി ചെയ്യണു, ഡ്രൈ ക്ലീനിങ് ചെയ്യണു. അവിടെ ഒരു മുണ്ട് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്താൽ 50 റുപ്യ 60 റുപ്യ 100 റുപ്യ കൊടുക്കണം. എത്ര മുണ്ട് തിരുമ്പുന്നുണ്ട് ഒരു മാസം ഭാര്യ? മിനിമം 30 ഉണ്ടാവില്ലേ? ഓരോ ദിവസം ഓരോ മുണ്ട്, വൈകുന്നേരം മുണ്ട് മാറ്റുണ്ടെങ്കിൽ 60 മുണ്ട് തിരുമ്പുന്നുണ്ട്, വല്ല കാശും കൊടുക്കണ്ട അല്ലേ? അടിച്ചു വാരി തുടയ്ക്കാൻ ഒരാളെ വിളിച്ചാൽ എത്ര കാശ് കൊടുക്കണം മാസം? ഒന്ന് എഴുതി വെച്ചോളൂ. കുറച്ച് കാലം കഴിഞ്ഞിട്ടേ നീ പണിയെടുത്തിട്ട് സമ്പാദ്യമൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ, ഞാനല്ലേ പണിയെടുത്ത് കൊണ്ടുവരുന്നത് ഞാൻ ഭർത്താവ് ചോദിച്ചാൽ എഴുതി വെച്ചു കൊടുക്കുക. ഓരോ മുണ്ട് തിരുമ്പുമ്പോഴും ഓരോ പാൻറ് തിരുമ്പുമ്പോഴും അല്ലേ, ഒരു പാൻറ്റിന് ഒരു 20 റുപ്യ അല്ലേ, അധികമൊന്നും വേണ്ട, ഭർത്താവിൻ്റെ അല്ലേ അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലേ. കടയിൽ 100 റുപ്യ അണച്ചാൽ നിങ്ങളൊരു 10 റുപ്യ എഴുതി വെച്ചാലും മതി, എന്നാൽ തന്നെ ഉണ്ടാവും. എത്ര കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് നോക്കിയാൽ കാശ് കുറേ ഉണ്ടാവും അല്ലേ. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് വർത്തമാനം പറഞ്ഞോളൂ. ഒരു ദോശയ്ക്ക് എത്ര റുപ്യ കടയിൽ പോയാൽ എത്ര ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ഹോട്ടലിൽ പാചകക്കാരൻ എത്ര കാശ് ചോദിച്ചു നോക്കുക അല്ലേ. ആര് പറഞ്ഞത്? എവിടെ എഴുതി വെച്ചത്? ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ കാണിച്ചു തരൂ. നമുക്ക് ഋഷീശ്വരന്മാർ പറഞ്ഞു തന്ന പ്രമാണ ഗ്രന്ഥങ്ങൾ വേണം. അല്ലാണ്ട് ചിലർ പറയാറുണ്ട് ഉദരനിമിത്തം ബഹുവൃതവേഷം, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ പല പണിയെടുക്കണതെന്ന്. ഭക്ഷണം കഴിക്കാനാണെങ്കിൽ മാസം 50,000 1 ലക്ഷമൊക്കെ ശമ്പളം കിട്ടാൻ ജോലിയുടെ ആവശ്യമുണ്ടോ?
ഹോട്ടലിൽ പോയി ഊണ് കഴിക്കാനുണ്ടെങ്കിൽ തന്നെ അമ്പലങ്ങളിൽ പോയാൽ മതി, ഉച്ചയ്ക്ക് അന്നദാനം അവിടെ ഉണ്ടാവും. രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കാനായിട്ട് പരമാവധി ഒരു 200 രൂപ 300 രൂപ ഉണ്ടായാൽ മതി. ഭക്ഷണം കഴിക്കാൻ മാത്രമാണോ? ഭക്ഷണം കഴിക്കാനാണെങ്കിൽ വലിയ വീടിൻ്റെ ആവശ്യമുണ്ടോ? വലിയ കാറിൻ്റെ ആവശ്യമുണ്ടോ? വലിയ വലിയ സൗകര്യങ്ങളുടെ ആവശ്യമുണ്ടോ? വലിയ സപ്രപഞ്ച കട്ടിലും സൗകര്യങ്ങളൊക്കെ ആവശ്യമുണ്ടോ ഭക്ഷണം കഴിക്കാൻ? ഭക്ഷണം കഴിക്കാൻ ഇത് പ്രമാണമല്ല. ശങ്കരാചാര്യര് കളിയാക്കിയും കൊണ്ട് പാടിയതാണ് ഉദരനിമിത്തം ബഹുകൃതവേഷം. വയറ് നിറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ വേഷം കിട്ടണു എന്ന് കളിയാക്കിയും കൊണ്ട് പാടിയതാ. ഇനി പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ പറഞ്ഞ ഒരു അബദ്ധം നാളെ പ്രമാണമായിട്ട് മാറിയേക്കാം. ആരോ പറഞ്ഞൊരു അബദ്ധം അത് പ്രമാണമായിട്ട് മാറുക. സന്ധ്യയ്ക്ക് രാമായണം വായിക്കാൻ പാടില്ല. പാടില്ല. എന്താ സംശയത്തില്? കാരണം എന്താ? സന്ധ്യയ്ക്ക് വേറെ കുറെ പണി ചെയ്യാണ്ട്. എന്ത് പണി ചെയ്യാണ്ട്? സന്ധ്യയ്ക്ക് സന്ധ്യാനാമങ്ങൾ ജപിക്കാണ്ട്. രാമായണം വായിക്കാറുണ്ടോ? ഇല്ല, സന്ധ്യയ്ക്ക് വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വായിക്കാറില്ല. അപ്പോൾ ബാക്കി സമയമൊക്കെയോ? ഈ സന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം കുറച്ച് സമയമല്ലേ ഉള്ളൂ. ബാക്കി സമയത്തൊക്കെയോ? അല്ല, എനിക്ക് സന്ധ്യയ്ക്ക് മാത്രമേ ഒഴിവുള്ളൂ. ബാക്കി സമയത്തൊക്കെ എന്താ പണി ചോദിച്ചാൽ പണിയൊന്നുമില്ല. സമയമില്ലാത്ത കുഴപ്പമില്ല, എനിക്ക് വായിക്കാൻ സൗകര്യമില്ല. അത് തന്നെയാണ്. വേണമെന്ന തോന്നലില്ലാത്തതുകൊണ്ടാണ്. വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, എപ്പോൾ വേണമെങ്കിലും ആവാം. അതിന് പ്രമാണങ്ങൾ ഒരുപാടുണ്ട്. ഒരുപാട് പ്രമാണങ്ങൾ നമുക്കുണ്ട്. ആ പ്രമാണങ്ങളെ ഒന്നും സ്വീകരിക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു വരണു എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായിട്ട് പറഞ്ഞു വന്ന കാര്യങ്ങൾ ചെയ്യുക. സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിച്ച സംസ്കാരമാണ്. അപ്പോൾ സ്ത്രീകളുടെ ജോലിയാണ്, കല്യാണം കഴിഞ്ഞ് വന്ന അവരുടെ ജോലിയാണ് അടുക്കളപ്പണി. എന്നിപ്പോൾ ഭർത്താക്കന്മാർ പറഞ്ഞാൽ ഭർത്താക്കന്മാരോട് പറയുക, പിതാ രക്ഷതി കൗമാരേ ഭർത്തോ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഈ പ്രമാണം പാലിക്കാൻ പറയുക അവരോട്. പ്രമാണം പാലിക്കാൻ പറയുക. എന്താ പാലിക്കേണ്ടത്? പിതാരക്ഷതി കൗമാരേ. ഒരു പെൺകുട്ടിക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാണ്ടേ കുട്ടിക്കാലത്ത് അച്ഛൻ സംരക്ഷിച്ചു കൊള്ളണം. ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല പെൺകുട്ടിക്ക്. അച്ഛൻ സംരക്ഷിച്ചു കൊള്ളണം. ഭർത്തോരക്ഷതി യൗവനേ. യൗവനകാലത്ത് ഭാര്യയ്ക്ക് ഒരു വിഷമവുമില്ലാണ്ട് ഭർത്താവ് സംരക്ഷിച്ചു കൊള്ളണം. ചോദിക്കുക, ഒരു വിഷമവുമില്ലാണ്ട് എന്നെ സംരക്ഷിക്കുന്നുണ്ടോ? ഒരു വിഷമവും ഇല്ലാണ്ട്, ചെറിയൊരു വിഷമം പോലും ഭാര്യയ്ക്ക് മനസ്സിൽ പോലും തോന്നാൻ പാടില്ല. ആ രീതിയിൽ ഭർത്താവ് ഭർത്താവിൻ്റെ കടമ ചെയ്യുന്നുണ്ടോ? പുത്രോ രക്ഷതി വാർദ്ധക്യേ. വാർദ്ധക്യകാലത്ത് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാണ്ടേ പുത്രൻ സംരക്ഷിച്ചോളണം. നിയമമാണത്. പറഞ്ഞു വെച്ചത്, എഴുതി വെച്ചതാ. ന സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. സ്ത്രീകള് സ്വതന്ത്രമായിട്ട് തനിച്ച് ജീവിക്കേണ്ട. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഒറ്റയ്ക്ക് എന്നുള്ളതല്ലേ? തനിച്ച് സ്വന്തമായിട്ട് പണിയെടുക്കുക, സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുക, ജീവിക്കുക. അതെ, ഞാൻ സ്വതന്ത്രനാ. അങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല സ്ത്രീകള്. ഇതിനെ എന്താക്കി മാറ്റി? സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കരുത്. കാരണം എന്താ? അവരെ സംരക്ഷിക്കണം. ഒരു വിഷമവുമില്ലാണ്ട് സംരക്ഷിക്കണം. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിച്ച് അവരെ മുറിയിൽ പൂട്ടിയിടുകയാണോ? അവര് പണിയെടുത്ത് പണമുണ്ടാക്കി ജീവിക്കേണ്ട കാര്യമില്ല. ഇനി പണിയെടുക്കണവരെടുത്തോട്ടെ, തടസ്സമൊന്നുമില്ല. ഞാൻ MBA ഒക്കെ കഴിഞ്ഞതാണ്. എനിക്ക് ബാങ്കിലെ ജോലി അല്ലെങ്കിൽ കോളേജിൽ ജോലി കിട്ടിയിട്ടുണ്ട്. ആയിക്കോട്ടെ, എടുത്തോളൂ. താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്ത്രീയുടെ സമ്പാദ്യം കൊണ്ടാവരുത് ജീവിതം. സ്ത്രീകളുടെ സമ്പാദ്യം അവർ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതെ, കാറൊന്ന് മാറ്റണം, ആയിക്കോട്ടെ, മാറ്റിക്കോട്ടെ. എന്തായാലും ഭാര്യയുടെ ശമ്പളം ഉണ്ട്, ഒന്ന് ലോൺ അടച്ചു പോക്കോളും, കുഴപ്പമൊന്നുമില്ല. സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. പക്ഷേ നിത്യജീവിതത്തിന് പുരുഷൻ കൊടുത്തോളണം സ്ത്രീക്ക്. ഇനി ഇത് മൂന്നുമില്ലാത്തവരുണ്ട്, അച്ഛനോ ഭർത്താവോ മക്കളോ ഇല്ലാത്ത സ്ത്രീകളുണ്ടെങ്കിൽ അവരെ രാജാവ്, ഭരണാധികാരി സംരക്ഷിച്ചോളണം. സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. ഒരിക്കൽ പോലും ഒരു സ്ത്രീ വേദനിക്കാൻ പാടില്ല. ഒരാൾ ചോദിക്കണ കേട്ടു. ഓരോരുത്തർക്ക് വായ തോന്നിയത് പറയുക, എന്നിട്ട് അത് കേട്ട് ലൈക്കും ഷെയറൊക്കെ വാങ്ങുക എന്നുള്ള ഒരു സമ്പ്രദായം ഇന്ന് കൂടുതൽ നടക്കുന്നുണ്ടല്ലോ. ഒരു വിദ്വാൻ ചോദിക്കുക ഒരു സ്ത്രീകളോട്, അതെ, ബസ്സിൽ വികലാംഗർക്ക് എന്ന് പറഞ്ഞ സീറ്റൊക്കെ സംവരണം ചെയ്തിട്ടുണ്ട്.
അല്ലേ? വൃദ്ധന്മാർക്ക് എന്നൊക്കെ പറഞ്ഞ് സീറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഈ വികലാംഗരെ പോലെയൊക്കെ വൈകല്യമുള്ളവരാണോ സ്ത്രീകൾ എന്ന് ആ കേട്ട പെണ്ണ് ചെകിട്ടത്തൊന്ന് കൊടുക്കുക വേണ്ടിയിരുന്നത് അല്ലേ? അത് കൊടുക്കാത്തത് അവർക്ക് മഹാഭാരതവും രാമായണവും ഒന്നും കേട്ട് പരിചയമില്ലാത്ത സ്ത്രീയാവും, അതുകൊണ്ട് കൊടുത്തില്ല. ഇനി ആരെങ്കിലും ചോദിച്ചാൽ അപ്പം കൊടുത്തോളൂ ചെകിട്ടത്ത് കേട്ടോ. സ്ത്രീക്ക് പുരുഷന്റെ ചെകിട്ടത്തടിക്കാൻ അധികാരമുണ്ട്, ഒരു കുഴപ്പമില്ല. സ്ത്രീകളെ തല്ലിയാലേ കുഴപ്പമുള്ളൂ. സ്ത്രീകളെ ഒരു പുരുഷന്റെ ചെകിട്ടത്ത് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എപ്പോൾ തല്ലണം? കള്ളു കുടിക്കാൻ പോകുമ്പോൾ തല്ലണം ഭർത്താവിനെ അല്ലേ? അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം പുരുഷന്മാർക്ക് അധികം ഇഷ്ടപ്പെടില്ല. കാരണം എന്താ, ഭർത്താവ് കള്ളു കുടിക്കാൻ പോകുമ്പോൾ ഭാര്യ താട്ടിച്ചവിടെ ഇടണം. എൻ്റെ ഭർത്താവായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ കള്ളു കുടിക്കരുത് എന്ന് പറയണം. എന്നാൽ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ അതെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് അല്ലേ, ഞാൻ നിങ്ങളുടെ പിന്നാലെ വരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പിന്നാലെ വന്നുവോ? എന്നെ അവിടെ വന്നിട്ട് കഴുത്തിൽ താലി കെട്ടി ഞാൻ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നാൽ എന്നെ സംരക്ഷിച്ചോളണം. എനിക്കും കുട്ടികൾക്കും കഴിക്കാനുള്ള കാശാണ് നിങ്ങൾ ഉണ്ടാക്കണത്, കള്ള് ഷാപ്പിൽ കൊടുക്കാനുള്ള കാശല്ല, നിങ്ങളുടെ ശരീരം കേടുവരുത്താനുള്ള കാശല്ല എന്ന് ഓരോ ഭർത്താവിനെയും പറഞ്ഞ് നേരെയാക്കേണ്ട ചുമതല ആർക്കുണ്ട്? ഭാര്യയ്ക്കുണ്ട്. ഭാര്യയ്ക്കൊരു പേരുണ്ട്, സഹധർമ്മിണി എന്ന് ഇല്ലേ? ഭർത്താവിന് സഹധർമ്മൻ ആരെങ്കിലും വിളിക്കാറുണ്ടോ? ഇല്ല. ഒരു വീട്ടിൽ ഭർത്താവിനെ നന്നാക്കേണ്ട ചുമതല അല്ലേ? ഇത് കേൾക്കണ പല പുരുഷന്മാരുടെയും അടുത്തിരിക്കുന്ന ഭാര്യമാർ നോക്കണ്ടാവും, നീ എന്നെ നന്നാക്കാൻ വരണ്ട കേട്ടോ പ്രഭാഷണം കേട്ടിട്ട് എന്ന് പറയുണ്ടാവും. പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഭർത്താവിൻ്റെ ഒരു ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ ഭാര്യയാണ് തെറ്റുകാരി. കാരണം ഭാര്യ നന്നാക്കേണ്ടവളാ. പുരുഷന്മാരുടെ സ്വഭാവം നന്നാക്കേണ്ടത് ഭാര്യമാരാണ്. കുട്ടിക്കാലത്ത് അമ്മയാണ് കുട്ടിയുടെ സ്വഭാവം നേരെയാക്കേണ്ടത്, യൗവനകാലത്ത് ഭർത്താവാണ് പുരുഷന്റെ സ്വഭാവം നേരെയാക്കേണ്ടത് അല്ലേ? നിങ്ങൾ ചെയ്യാറുമുണ്ട് അല്ലേ? ഭർത്താവ് ഇപ്പോൾ അടുത്ത വീട്ടുകാരനുമായിട്ട് കലഹിക്കാൻ പോവുകയായിരിക്കുക അല്ലേ? അപ്പോൾ നിങ്ങളെന്ത് പറയും? എന്തിനാ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക, ഇവിടെ എന്തിനാ പോയിട്ട് ആരോട് ബഹളം ഉണ്ടാക്കണത് പറയാറില്ലേ? അത് തന്നെയല്ലേ നേരെയാക്കല്. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ എന്തിനാ ഈ കള്ളു കുടിക്കാൻ പോണത്, കള്ളു കുടിച്ച് നശിക്കാൻ പോണത്? നിങ്ങളുടെ ആരോഗ്യം കേടുവന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കല്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട്? നിങ്ങൾ കാശ് മുഴുവൻ കള്ള് ഷാപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എനിക്കും എൻ്റെ മക്കൾക്കും ഉള്ള കാശല്ലേ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കണത്? കേടുവരാനാണോ കാശ് ഉപയോഗിക്കേണ്ടത്? നന്നാവാനല്ലേ കാശ് ഉപയോഗിക്കേണ്ടത് എന്ന് ചോദിച്ച് ഉപദേശിച്ച് നേരെയാക്കണം. സാമം, ദാനം, ഭേദം, ദണ്ഡം മൂന്നെണ്ണം കൊണ്ടും പറ്റിയില്ല വെച്ചാൽ ആദ്യം സൗമ്യമായിട്ട് പറയുക കള്ളു കുടിക്കരുത്. രണ്ടാമത് നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ മദ്യപിച്ച് വരരുത് എന്നുള്ളത്? പറഞ്ഞിട്ടില്ലേ ചോദിക്കുക. മൂന്നാമത്തെ തവണ വാതിൽ തുറക്കരുത് മദ്യപിച്ച് വന്നാൽ അവിടെ മറുത്ത് കിടന്നോളാൻ പറയുക. നാലാമത്തെ തവണ മദ്യപിക്കാൻ പോകുമ്പോൾ ആട്ടി കൊടുക്കുക. ഭർത്താവിനെ അടിച്ചിട്ടായാലും മദ്യപാനം നിർത്തണം എന്നതാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും അത് അംഗീകരിച്ചോളണം എന്നില്ല അല്ലേ? വേണമെങ്കിൽ അടിച്ചോളൂ, നിർത്തിക്കോളൂ. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കള്ളുപിടിച്ച് വരുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തല്ലിക്കോളൂ, ഞാൻ മദ്യപിക്കാൻ പോകുന്നുണ്ടെങ്കിൽ. വേണ്ടാത്ത കാര്യം ഭാര്യ ചെയ്താൽ ഭർത്താവിന് തല്ലാനും, വേണ്ടാത്ത കാര്യം ഭർത്താവ് ചെയ്താൽ അങ്ങോട്ട് തല്ലാൻ. ഇത് കൊടുക്കാൻ മാത്രമുള്ളതല്ല അടി. ഇങ്ങോട്ട് തല്ലിയാൽ വേണമെങ്കിൽ അവിടെ തെറ്റ് കണ്ട വെറുതെ ഇങ്ങോട്ട് തല്ലുമ്പോൾ തന്നെ അങ്ങോട്ട് തല്ലുകയല്ല. അവിടെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ അധികാരമുണ്ട് അല്ലേ? ഇന്ന് സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം, തുല്യത വേണമെന്നല്ലേ പറഞ്ഞത്? എന്തിനാ ഈ സ്ത്രീകൾക്ക് ബസ്സിലൊക്കെ സീറ്റ് സംവരണം ചെയ്തിരിക്കുന്നത്? അവരെ ബഹുമാനിക്കുകയാണ്, അവരെ ബഹുമാനിക്കുക. കാരണം സ്ത്രീകൾ ബുദ്ധിമുട്ടരുത്, അത് ഭാരതത്തിൻ്റെ സംസ്കാരമാണ്. ഭാരതം പോലും ഭാരത അമ്മയായിട്ടാണ്, ഭാരതാംബയായിട്ടാണ് കണ്ടത്. അന്യ സ്ത്രീ മാതാ എന്നാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. ഭാര്യ അല്ലാണ്ടുള്ള എല്ലാ സ്ത്രീകളെയും അമ്മയെപ്പോലെ കണ്ടു പെരുമാറണം എന്നതാണ്. ഒരു പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അവളുടെ നേരെ ദോഷഭാവം അല്ല കാണേണ്ടത്, തൻ്റെ അമ്മയോട് എങ്ങനെയാണ് പെരുമാറുക അതുപോലെ ബഹുമാനത്തോടു കൂടി ആണ് പെരുമാറേണ്ടത്. എന്നാൽ ഭാരതത്തിന് പുറത്ത് അങ്ങനെയല്ല. ഭാരതത്തിൻ്റെ പുറത്ത് അമ്മയല്ലാത്ത ആരെ വേണമെങ്കിലും ഭാര്യയാക്കാം അല്ലേ? അഞ്ചാമത്തെ ഭർത്താവ്, ആറാമത്തെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിക്കുക, ഡൈവേഴ്സ് ചെയ്യുക, വേറെ ആൾ കല്യാണം കഴിക്കുക, ഡൈവേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞ് വിദേശ രാജ്യങ്ങളിലെ സംസ്കാരം അങ്ങനെയാ. ഭാരതത്തിൽ അങ്ങനെയല്ല. അത് കഥയിലേക്ക് ഒരുപാട് കിടക്കണം. മഹാഭാരത ഒരു സംപ്രഭാഷണം വെച്ചോളൂ.
പക്ഷേ മഹാഭാരതത്തിൽ വേറെ ഒന്നും കാണാനില്ല. 1,25,000 ശ്ലോകങ്ങളിൽ ഈ പാഞ്ചാലിക്ക് 5 ഭാര്യമാരുണ്ട് എന്നുള്ള ഒറ്റ ശ്ലോകത്തെ മാത്രം ചോദിക്കുമ്പോൾ ഇരിക്കൂ 41 ദിവസം രാമായണ മഹാഭാരതം കേൾക്കാൻ. 41 ദിവസം കൊണ്ട് മഹാഭാരതം വായിക്കണമെങ്കിൽ 41 ദിവസം വേണം. ഭാഗവതം 7 ദിവസം കൊണ്ട്, രാമായണം 9 ദിവസം കൊണ്ട് ഒക്കെയാണ് യജ്ഞങ്ങളായിട്ട് നടത്തുക. മഹാഭാരതം 41 ദിവസം വേണം. കാരണം വിശദമായിട്ട്, കാരണം പാഞ്ചാലിയുടെ മുൻ ജന്മങ്ങളിലേക്കൊക്കെ പോകണം, മുൻജന്മങ്ങളിലേക്ക് പോകണം. ഇപ്പോൾ ദശരഥന് 3 ഭാര്യമാര്. ഇതിന് ഓരോന്നിനെയും തത്വങ്ങളുമായിട്ടും ദശരഥൻ്റെ ഭാര്യമാരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മളാണ് ദശരഥൻ എന്ന് പറയും. നമ്മളാണ് ദശരഥൻ. ആരാ? 10 ഇന്ദ്രിയങ്ങളെയും ജയിക്കാൻ സാധിച്ചാൽ ദശരഥനായിട്ട് മാറി. പഞ്ചേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും ജയിക്കാൻ തയ്യാറായാൽ നമ്മൾ ദശരഥനായിട്ട് മാറി. നമ്മൾക്ക് 3 ഭാര്യമാര്. 3 ഭാര്യമാര്. സത്വഗുണം, രജോഗുണം, തമോ ഗുണം. 3 ഭാര്യമാര്. സത്വഗുണമായിട്ട് കൗസല്യ, രജോഗുണമായിട്ട് സുമിത്ര, തമോ ഗുണമായിട്ട് കൈകേയി. നമുക്ക് 4 പുത്രന്മാര്. രാമ, ലക്ഷ്മണ, ഭരത, ശത്രുഘ്നന്മാര് 4 പേര് നമുക്ക് പുത്രന്മാരായിട്ട്. ആരൊക്കെയാ? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഇതാണ് 4 പുത്രന്മാര്. ധർമ്മം ശത്രുഘ്നൻ. എന്താ ധർമ്മം? ശത്രുക്കൾ ഇല്ലാണ്ടാവുക, മനസ്സിൽ ശത്രുബാധ ഇല്ലാണ്ടാവലാണ് ശത്രുഘ്നായിട്ട് മാറുക. പിന്നെ അർത്ഥം, സമ്പത്ത്. അതാണ് ഭരതൻ. എന്താ? തനിക്ക് അർഹതയില്ലാത്ത സമ്പത്ത് കിട്ടിയപ്പോൾ അത് വേണ്ട എന്ന് വെച്ച ഭരതൻ. 14 കൊല്ലം രാജ്യം ഭരിച്ചോളൂ പറഞ്ഞപ്പോൾ വേണ്ട, സമ്പത്ത് കിട്ടിയതല്ലേ, രാജ്യഭരണം കിട്ടിയതല്ലേ, വേണ്ട എന്ന് വെച്ച അർത്ഥമായിട്ടുള്ള ഭരതൻ. കാമം ലക്ഷ്മണൻ. എന്താ? ഏട്ടനെ മാത്രം, വേറെ ഒന്നുമില്ല ചിന്ത. ഏട്ടനൊരു വിഷമം വരരുത്, ഏട്ടൻ അച്ഛനെ തടവറയിലാക്കിയിട്ടാണെങ്കിലും ഏട്ടനെ ഞാൻ രാജാവാക്കാം എന്നുള്ള ലക്ഷ്മണന്റെ കാമം. ഏട്ടൻ എന്നുള്ള രാമൻ എന്നുള്ള ഒരൊറ്റ ചിന്ത, കാമം. അതുവഴി രാമനിലേക്ക് എത്താം, മോക്ഷത്തിലേക്ക് എത്താം, എല്ലാവരെയും രമിപ്പിക്കുക. രാമനായിട്ട് മാറാൻ നമുക്ക് പറ്റും. എല്ലാവരെയും സന്തോഷിപ്പിച്ചാൽ മതി. എല്ലാവർക്കും സന്തോഷം. സ്വയം ദുഃഖം അനുഭവിച്ചും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക. തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ടായാലും രാജ്യത്തുള്ള എല്ലാവരെയും സന്തോഷിപ്പിക്കുക. രാജ്യത്തിൻ്റെ ജനങ്ങളുടെ ഇഷ്ടം നടപ്പിലാക്കുക. അതിനുവേണ്ടി താൻ ദുഃഖം അനുഭവിച്ചു എന്ന് വരും, തനിക്ക് ദുഃഖം ഉണ്ടായി എന്ന് വരും. തൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവി ദുഃഖം അനുഭവിച്ചു എന്ന് വരും. കാരണം ഭാര്യ ദുഃഖിക്കുമ്പോൾ ഭർത്താവ് അതിൽ പങ്കാളിയാവണം അല്ലെ? 2 പേരും സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവേണ്ടയാളാ. ഭർത്താവിൻ്റെ ദുഃഖത്തിലായാലും ഭർത്താവിൻ്റെ സുഖത്തിലായാലും ഭാര്യയ്ക്ക് പങ്കാളിത്തം വേണം. നമ്മൾ ജീവാത്മാവും പരമാത്മാവുമാണ്. ആ ജീവാത്മാവാണ് സീത. നമ്മൾ ഇടയ്ക്ക് പരമാത്മാവിനെ വിട്ടുപോകും. എന്താ? ഇടയ്ക്ക് ഈശ്വരചിന്തയൊക്കെ വിട്ടിട്ട് മറ്റു പല കാര്യങ്ങളിലേക്ക് പോവും. അതുവഴി ദുഃഖം വരും. മായാമൃഗത്തിൻ്റെ, സ്വർണത്തിൻ്റെ നിറത്തിലൊരു മാനുണ്ടാവില്ല എന്നുള്ളത് അറിഞ്ഞിട്ടും സീതാദേവിക്ക് മായാമാനിനെ, സ്വർണ്ണമാനിനെ വേണമെന്ന് തോന്നി. അതാണ് നമുക്ക് ഈശ്വരനെ വിട്ട് ഭൗതിക ജീവിതത്തിലേക്ക് പോവാൻ കാരണം. അവിടെ എന്തുണ്ടാവും? ദശവദനൻ. അവിടെ ഒരു ഭാഗത്ത് ദശരഥനാണെങ്കിൽ മറുഭാഗത്ത് ദശവദനനാണ്. 10 തലയുള്ള ആളാ. ദശരഥനാണ് ആവേണ്ടത്, ദശവദനല്ല. ഓരോ സമയത്തും ഓരോ ചിന്തയുള്ള ആളാണ് രാവണൻ. 10 തല കൊണ്ട് 10 ചിന്തകളാണ്. പക്ഷേ ദശരഥൻ എന്ന് പറഞ്ഞാൽ 10 ഇന്ദ്രിയങ്ങളെയും ജയിച്ച ആളാണ്. ദശവദനന്റെ പിടിയിൽ പെടേണ്ടി വരണോ സീതാദേവിക്ക്? എങ്ങനെ? സന്യാസി വേഷത്തിൽ വന്നിട്ട് നമുക്ക് നന്മ ചെയ്യാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും, നമുക്ക് അപകടം ഉണ്ടാക്കും. സീതയുടെ അടുത്തേക്ക് അങ്ങനെയല്ലേ രാവണൻ വന്നത്? സന്യാസിയായിട്ട് വന്നിട്ട് പഴങ്ങളൊക്കെ തരൂ, ഞാൻ അനുഗ്രഹിക്കാം. അല്ലേ, സന്യാസിക്ക് പഴങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അനുഗ്രഹമല്ലേ കിട്ടുക? അനുഗ്രഹം കിട്ടുമെന്ന് വിചാരിച്ച് ചെന്ന് കിട്ടിയത് എന്താ? തടവറയാണ്. ഭർത്താവിനെ വിട്ടുപോകേണ്ടി വരികയാണ്. ദുരിതമാണ് അനുഭവിക്കേണ്ടി വന്നത്. പിന്നെ ആര് വേണം? ഭക്തൻ വേണം വന്ന് രക്ഷിക്കാനായിട്ട്. ശ്രീരാമനല്ല ആദ്യം വന്ന് ആശ്വസിപ്പിച്ചത്, ഭക്തൻ ഹനുമാൻ സ്വാമി വന്നിട്ടാണ് സീതാദേവിയെ ആശ്വസിപ്പിച്ചത്. പേടിക്കണ്ട. സീതാദേവി രാവണന്റെ മുമ്പിൽ പറയുന്ന കാര്യങ്ങൾ ഹനുമാൻ സ്വാമി ആ മരത്തിൻ്റെ മുകളിലിരുന്നു കൊണ്ട് കേൾക്കുകയാണ്. രാവണൻ കേമനാണെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ തുടങ്ങിയത്. രാവണന്റെ കേമത്വം ശിവഭക്തനാണ്, ശിവന്റെ അനുഗ്രഹം നേടിയ ആളാണ്, സുന്ദരനാണ്, 10 തലയുള്ള ആളാണ്. ആ രാവണൻ സീതാദേവിയുടെ അടുത്തേക്ക് രാക്ഷസിമാരോട് കൂടി വന്നതിന് ശേഷം അവരോട് പറയുകയാണ്, സീതാദേവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല. കൊട്ടാരത്തിൽ വന്ന് എൻ്റെ പട്ടമഹിഷിയായിട്ട് കഴിഞ്ഞോളൂ. എന്തു ചെയ്താൽ മതി? സമ്മതം എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എന്നെ വിവാഹം കഴിക്കാൻ.
പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പറയുകയാണ്, മണ്ഡോദരിയാണ് ഞാൻ വിവാഹം കഴിച്ചതെന്നുണ്ടെങ്കിലും അതിൽ പുത്രന്മാരുണ്ട് എന്നുണ്ടെങ്കിലും ഈ പുത്രന്മാരൊക്കെ വിട്ട് എന്തായിട്ട് മാറാം? ഇവിടുത്തെ പട്ടമഹിഷി മണ്ഡോദരിയെ മാറ്റി ഞാൻ നിന്നെ ഇവിടുത്തെ പട്ടമഹിഷിയാക്കി മാറ്റാം. ലങ്ക മുഴുവൻ നിന്റെ കാൽക്കൽ വെക്കാം, ലങ്കയ്ക്ക് നിന്റെ പേര് നൽകാം എന്നൊക്കെ പറഞ്ഞ് രാവണൻ ഒരുപാട് വാഗ്ദാനങ്ങൾ ആ സീതാദേവിക്ക് കൊടുക്കുമ്പോ അവിടെ സീതാദേവിയുടെ വാക്ക് അനുസരണ മധുര രസവചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ. അനുസരിക്കാൻ വേണ്ടിയിട്ട് സീതാദേവി രാവണന്റെ ഇച്ഛാഭംഗം എന്ന ഒരു ഹെഡിങ്ങോട് കൂടിയുള്ള വാക്കുകളാണ്. അനുസരണ മധുരരസ വചന വിഭവങ്ങളാൻ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ. അനുസരണം, ഞാൻ പറയണത് അതുപോലെ അനുസരിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് മധുരരസ വചന വിഭവങ്ങൾ വിളമ്പി കൊടുക്കുക. എന്താ വിളമ്പി കൊടുത്തത്? മധുരമായ രസം ചേർന്ന വചനങ്ങളോട് കൂടിയിട്ടുള്ള വാക്കുകൾ. ആർക്ക് മധുരം? രാവണനേ ഉള്ളൂ മധുരം. സീതാദേവിക്ക് ഇത് കേട്ട് മധുരമൊന്നുമില്ല. സീതാദേവിക്ക് ഇത് വളരെ കൈപ്പേറിയതായിട്ടാണ് തോന്നുന്നത്. ശൃണു സുമുഖി തവ ചരണ നളിനദാസോസ്മ്യഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ. ഒരു പെണ്ണിനോടങ്ങോട്ട് മോഹം തോന്നിക്കഴിഞ്ഞാണ്ടല്ലോ ആ പെണ്ണ് പറയണത് എല്ലാം അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന ഒരവസ്ഥയായിട്ട് മാറും അല്ലേ. ഭാര്യയോട് ഇത്ര സ്നേഹം ഉണ്ടാവണമെന്നില്ല, ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തോളണമെന്നില്ല. പക്ഷേ വേറൊരുത്തിയോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അവൾ എന്ത് പറഞ്ഞാലും അത് എൻ്റെ ഫോൺ റീചാർജ് ചെയ്തു, പിന്നെ എപ്പോൾ ചാർജ് ചെയ്യുക അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. അത്ര ഭാര്യ ഫോൺ റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 2 ദിവസമായി ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല. റീചാർജ് അല്ല, നിനക്ക് പുതിയ ഫോണിനെ വാങ്ങി തരാം അല്ലേ. മറ്റൊരാളുടെ കാമം തോന്നിക്കഴിഞ്ഞാൽ അല്ലേ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ രാവണ ചിന്തകളാണ്. രാവണൻ പറഞ്ഞു നോക്കൂ, ഞാൻ എന്താ തവ ചരണ നളിന ദാസോസ്മ്യഹം ശോഭനശീലേ, നിന്റെ ദാസനാണ് ഞാൻ എന്ന് പറയുക. ഭാര്യയോടൊന്നും ഇവരെ പറഞ്ഞിട്ടുണ്ടാവില്ല രാവണൻ. മണ്ഡോദരി നിന്റെ ദാസനാണ് പറഞ്ഞിട്ടുണ്ടാവില്ല. മണ്ഡോദരി മോശക്കാരിയൊന്നുമല്ല അല്ലേ, ആ പഞ്ചകന്യാരത്നങ്ങളിൽ പെട്ട ആളാണ്. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി. പഞ്ചകന്യാ സ്മരേ നിത്യം സർവപാപ പ്രമുച്ചതേ. മണ്ഡോദരിയൊക്കെ സ്മരിച്ചാൽ മതി പാപങ്ങളിൽ ഇല്ലാണ്ടാവാൻ ദിവസേന. ആ പഞ്ചകന്യാരത്നങ്ങളിൽ 4 പേര് രാമായണത്തിലാണ്. ആ ദ്രൗപദി മാത്രമേ ഉള്ളൂ മഹാഭാരതത്തിൽ. അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരിയിൽ ബാക്കി 4 പേരും, അഹല്യയും താരയും സീതയും മണ്ഡോദരിയും രാമായണത്തിലെയാണ്. ആ മണ്ഡോദരിയോട് പറഞ്ഞിട്ടില്ല, സീതയോട് പറയാ, സീതാദേവിയുടെ ദാസനായിട്ട് ഞാൻ മാറിക്കോളാം എന്ന് പറയുക. പല ദിക്കിലും ഞാൻ ധാരാളം സ്ത്രീകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രേ സുന്ദരിയായിട്ടൊരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ട് ദശരഥ നന്ദനല്ല നിനക്ക് യോജിക്കുക അത്രേ. കല്യാണം കഴിഞ്ഞൊരു പെണ്ണോട് പോയിട്ട് പറയുകയാണേ, ആ ഭർത്താവല്ല നിനക്ക് യോജിക്കുക, ഞാനാണ് യോജിക്കുക. അല്ലെ, നിങ്ങളോട് വന്നിട്ട് ആരെങ്കിലും ആളൊരു പറഞ്ഞാൽ എന്താ ഉണ്ടാവുക നോക്കൂ. നിങ്ങൾക്ക് നിങ്ങളെ ഭർത്താവിനെ അല്ല വിട്ടിട്ട് എൻ്റെ കൂടെ പോരൂ. ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ഒരാൾ വന്നിട്ട് പറയുക, സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരി കാര്യമില്ലെന്നു ധരിക്ക നീ. ദശരഥ നന്ദനെ കൊണ്ട് നിനക്ക് കാര്യമൊന്നുമില്ല, ഒരു സാധാരണ മനുഷ്യൻ അല്ലേ. ഒരമ്മയുടെ വാക്ക് കേട്ട് കാട്ടിലേക്ക് പോകേണ്ടി വന്ന ഒരാൾ. ഞാനാവുമ്പോൾ എന്നോട് അങ്ങനെ കാട്ടിലേക്ക് പോകാൻ പറഞ്ഞാൽ ഞാൻ കാട്ടിലേക്ക് പോകുന്നില്ല, ഞാൻ അവരെ കൊന്നിട്ട് അവരുടെ രാജ്യം ഭരിക്കുകയുള്ളൂ. രാമനെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുക. രാമനല്ല നിനക്ക് യോജിക്കുക, ഞാനാണ് യോജിക്കുക. അതുകൊണ്ട് ഇനി ഈ വനത്തിൽ കഴിയേണ്ട കാര്യമില്ല, വന്നോളൂ. നിന്നെ പരിചരിക്കാനായിട്ട് ഇവിടെ അനവധി ദാസിമാരുണ്ടാവും. കീർത്തിഹീനനാണ് രാമൻ എന്ന് പറഞ്ഞ് രാമനിന്ദ ഒരുപാട് ചെയ്യുക അത്രേ. ശ്രീരാമനെ കൊണ്ട് ഒരുപാട് നിന്ദ ചെയ്യണ സമയത്ത് ഇത് ഒരു ഭാര്യയ്ക്കും സഹിക്കാൻ സാധിക്കില്ല. ഭർത്താവിനെ കുറിച്ച് ഭാര്യ കുറ്റമൊക്കെ പറയുന്നുണ്ടെങ്കിലും മറ്റൊരാൾ ഭർത്താവിനെ കുറ്റം പറയണത് സഹിക്കാൻ പറ്റില്ല അല്ലേ. എന്തൊക്കെ ദോഷങ്ങളുണ്ടെങ്കിലും ഭർത്താവിന്, എത്രയൊക്കെ നമ്മൾ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഭർത്താവിനെ കുറിച്ച് മറ്റൊരാൾ കുറ്റം പറയണത് കേൾക്കാൻ സാധിക്കില്ല. ഇന്ന് സീതാദേവിക്ക് എങ്ങനെ സാധിക്കും? രാവണൻ പറയേ, കളയരുത് സമയമിഹ ചെറുതു വെറുതെ മമ കാന്തേ കളത്രമായി വാഴുക നീ സന്തതം. എൻ്റെ കൂടെ വന്നിട്ട് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിയൂ എന്ന് പറയുക. അവിടുന്ന് സീതാദേവിയുടെ ഒരു വാക്കുണ്ട്, പറയ മാത്രല്ലാത്രേ, അവിടെ വിവിധമിതി ദശവദനൻ അനുസരണപൂർവകം വീണു തൊടൂതപേക്ഷിച്ചോരനന്തരം രാവണൻ
സീതാദേവിയുടെ മുമ്പിൽ തൊഴുത് അപേക്ഷിച്ചു അത്രേ. ആലോചിച്ച് നോക്കൂ, ആ രാവണൻ സീതാദേവിയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നൊരവസ്ഥ എന്തിനു വേണ്ടിയിട്ട്? കാമത്തിന് വേണ്ടിയിട്ട്. സീതാദേവിയെ കല്യാണം കഴിച്ച് സീതാദേവിയോട് കൂടി കഴിയാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ജയിച്ചയാള് എന്ന് പറഞ്ഞ രാവണൻ സീതാദേവിയുടെ മുമ്പിൽ തൊഴുത് അപേക്ഷിക്കുക. വേറെ ആരുടെയെങ്കിലും മുമ്പിൽ അങ്ങനെ ഒരു അപേക്ഷ ഉണ്ടായിട്ടുണ്ടോ? ശിവന്റെ അടുത്ത് പോലും ചെന്ന് കൈലാസം അമ്മാനമാടുക ഉണ്ടായത്, പോയി തൊഴുത് അപേക്ഷിക്കുകയല്ല. നോക്കൂ, സ്ത്രീത്വത്തിന് കാമത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തൻ്റെ നിലയും വേലയും ഒക്കെ മറക്കുന്ന ഒരവസ്ഥയാണ്. അല്ലെങ്കിൽ രാവണൻ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ നിന്നെ തൊഴുത് അപേക്ഷിക്കുക, എൻ്റെ ഭാര്യയാവൂ എന്ന് പറഞ്ഞ് പോയിട്ട് തൊഴുത് അപേക്ഷിക്കുക രാവണൻ. അവിടെ സീതാദേവിയുടെ വാക്കെന്താ? ജനകജയും അവനോടീനിടയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിട. ഒരു പുൽക്കൊടി അവിടെ നിർത്തി അവൻ്റെ മുമ്പിൽ ഇട്ടിട്ട് പറഞ്ഞു, ഈ പുൽക്കൊടിയെ കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നീ ദഹിച്ചു പോകുന്നാ പറഞ്ഞത്. അല്ലേ? അതാണ് സ്ത്രീത്വത്തിൻ്റെ ശക്തി. പുരുഷനല്ല ശക്തി എന്നുള്ള പേരാർക്കാ? അത് ശിവനല്ല, പാർവതിക്കാണ് ശക്തി എന്നുള്ള പേരുള്ളത്, സ്ത്രീക്കാണ്. പുരുഷന്റെ കയ്യിൽ സമ്പത്തൊന്നുമില്ല. അല്ലേ? ഇത് പറഞ്ഞാൽ പിന്നെയും പുരുഷന്മാർക്ക് ദേഷ്യം വരും. പറയേണ്ടിരിക്കാൻ പറ്റുമോ? പുരുഷന്മാർ ശമ്പളം കിട്ടിയാൽ അത് ഒന്നിച്ച് ഭാര്യയുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. പുരുഷന്മാർക്ക് ഇഷ്ടാവുക? മഹാവിഷ്ണു അങ്ങനെയാ ചെയ്യണത്. മഹാവിഷ്ണുവിന്റെ കയ്യിൽ വല്ല കാശും ഉണ്ടോ? കാശൊക്കെ ആരുടെ അടുത്താ? ലക്ഷ്മിയുടെ അടുത്തല്ലേ. ഒന്നിയിൽ ഗുരുവായൂർക്ക് പോക്കൽ നിർത്തുക, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ ചെയ്യുന്നത് പോലെയൊക്കെ ഭാര്യയെ ഏൽപ്പിക്കുക. അങ്ങോട്ട് പോക്ക് നിർത്തുകയാവും ഭേദം. അല്ലേ? ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരാണെങ്കിൽ മഹാവിഷ്ണു ചെയ്യുന്നത് പോലെ ചെയ്യണ്ടേ? മഹാവിഷ്ണുവിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും കാശ് വേണേ ഭഗവാനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലൊന്നുമില്ല, കാശുമില്ല. ആരുടെ കയ്യിലാ? ഭാര്യയുടെ കയ്യിലാണ്. എന്നിട്ടാ പറഞ്ഞത് സ്ത്രീകൾക്ക് നമ്മുടെ സംസ്കാരത്തിൽ സ്ഥാനം കൊടുത്തിട്ടില്ല. എല്ലാ കാശ് മുഴുവൻ ഭാര്യയുടെ കയ്യിലാണ്. ഇനി ബ്രഹ്മാവിൻ്റെ കയ്യിൽ 4 വേദങ്ങളുണ്ട്. അല്ലേ? ഒരക്ഷരം പഠിപ്പിക്കാൻ ബ്രഹ്മാവിനെ കൊണ്ട് പറ്റുമോ? സരസ്വതിയുടെ അനുഗ്രഹം വേണ്ടേ പഠിക്കണം എന്നുണ്ടെങ്കിൽ? അല്ലേ? സരസ്വതി അനുഗ്രഹിക്കേണ്ട 4 വേദങ്ങളും ബ്രഹ്മാവ് തന്നുകൊണ്ട് കാര്യമുണ്ടോ? ആരനുഗ്രഹിക്കണം? ബ്രഹ്മാവിൻ്റെ ഭാര്യ ഇവിടുന്ന് അനുഗ്രഹിക്കണം. അല്ലേ? എന്നിട്ടാ പറഞ്ഞത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാത്ത സംസ്കാരമാണത്രേ ഭാരതത്തിൽ. സ്ത്രീകളിൽ സർവം സമർപ്പിച്ച സംസ്കാരമാണ് ഭാരതത്തിൽ. മഹാദേവന് ശക്തി എന്ന പേരുണ്ടോ? അല്ലേ? വലിയ ശക്തിയാണ്, സംഹാരമൂർത്തിയാണ്. പക്ഷെ ശക്തി എന്നുള്ള പേരാർക്കാ ഉള്ളത്? അത് പാർവതിക്കാണുള്ളത്. എന്നിട്ട് പറയാം സ്ത്രീകൾക്ക് ശക്തിയില്ല, ബലമില്ല എന്ന്. അതിന് പുരാണങ്ങൾ വായിക്കണം, ത്രിമൂർത്തികളെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്ന് പറഞ്ഞതുപോലെ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ എന്തിന് രാവിലെ എണീക്കുമ്പോൾ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരണോ? ശക്തിയെയും സമ്പത്തിനെയും വിദ്യയെയും നമസ്കരിക്കൂ. എവിടെ? നമ്മുടെ കയ്യില്. കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിതേ ഗൗരി പ്രഭാതേ കരദർശനം. കയ്യിലാണ് സരസ്വതിയും ലക്ഷ്മിയും പാർവതിയും ഇരിക്കുന്നത്. സ്വന്തം കയ്യിൽ സമ്പത്തും വിദ്യയും ശക്തിയും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കഴിവുണ്ട്, സമ്പത്തുണ്ട്, ശക്തിയുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ട് രാവിലെ എണീപ്പിക്കണു. ആര് പറയണു എണീക്കുമ്പോ? ഈ അമൃത വിദ്യാലയങ്ങളോ വിദ്യാനികേതനോ സായിബാബയുടെ സ്കൂളുകളോ തുടങ്ങിയിട്ടുള്ള ചില വിദ്യാലയങ്ങളിൽ മാത്രം പഠിപ്പിക്കുക എന്നല്ലാണ്ട് വേറെ സർക്കാർ സ്കൂളുകളിലൊന്നും സ്വന്തം കൈ നോക്കിയിട്ട് സരസ്വതിയെയും പാർവതിയെയും ലക്ഷ്മിയെയും കണ്ടുകൊണ്ട് വേണം എണീക്കാൻ എന്ന് പഠിപ്പിക്കുകയോ? അത് സത്സംഗങ്ങളിലേ പഠിപ്പിക്കുകയുള്ളൂ. സത്സംഗങ്ങളിലൂടെ പഠിച്ച് പഠിച്ചതിനെ പാലിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ കഴിവില്ല. ആരെ പറഞ്ഞു? കരമധ്യേ സരസ്വതി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ രാവിലെ എണീറ്റത്. ഇരുന്ന് പഠിക്കാൻ നോക്കുമ്പോൾ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിയാട്ടോ, എൻ്റെ ഉള്ളിൽ സരസ്വതി ഇന്നുണ്ട്, ഞാൻ വായിക്കാൻ പോവുകയാണ്, പഠിക്കാൻ പോവുകയാണ്. സരസ്വതിയെ ചിന്തിച്ചും കൊണ്ട് പഠിക്കാൻ പുറപ്പെട്ടാൽ ഒരു പ്രയാസവും ഇല്ല. അയ്യോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. കരമൂലെ സ്ഥിതേ ഗൗരി, ശക്തി പാർവതി, ശക്തി എൻ്റെ കയ്യിലുണ്ട് എന്നല്ലേ പറഞ്ഞത്. പിന്നെ ഞാൻ പ്രവർത്തിച്ചാൽ, ആ ശക്തിയെ ചിന്തിച്ചും കൊണ്ട് പ്രവർത്തിച്ചാൽ, കടാമ്പുഴ അമ്മയെ ചിന്തിച്ചും കൊണ്ട് പ്രവർത്തിച്ചാൽ ഏത് പ്രവൃത്തിയും വിജയിക്കും. അയ്യോ എനിക്ക് വരുമാനമൊന്നുമില്ല കേട്ടോ. പിന്നെ കരാഗ്രേ വസതേ ലക്ഷ്മി, കയ്യിൻ്റെ അഗ്രത്തിൽ തന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് രാവിലെ പണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എണീറ്റത്. എന്നിട്ട് പണം ഇല്ല എന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ മതി. ശക്തിയും വിദ്യയും സമ്പത്തിനെ ഉണ്ടാക്കി തരും. വിദ്യ വേണം, അല്ലെ? അറിവ് വേണം, ശക്തി വേണം. അറിവ് മനസ്സുകൊണ്ടും ശക്തി ശരീരം കൊണ്ടും പ്രവർത്തിക്കുമ്പോൾ എന്തുണ്ടാവും? ലക്ഷ്മി ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും.
ഇത് ഓരോരുത്തരും രാവിലെ ദിവസവും എണീക്കുമ്പോൾ പറയേണ്ട കാര്യങ്ങൾ, അതിന് ആർക്കും അറിയ പോലുമില്ല. പിന്നെ എന്തിനാ പേടിക്കണത്? ആരെ ഓർത്തിട്ടാ? ആകെ 36,500 ദിവസമേ നമുക്ക് ആയുസുള്ളൂ. 100 കൊല്ലം ജീവിക്കുകയാണെങ്കിൽ അല്ലേ, 365 ദിവസമല്ലേ ഉള്ളൂ ആകെ ഒരു കൊല്ലത്തില്. അപ്പൊ 100 കൊല്ലാണെങ്കിൽ 2 പൂജ്യം ഇട്ടാ പോരെ? 100 കൊണ്ട് ഗുണിക്കാൻ പെട്ടെന്ന് വിദ്യ പഠിപ്പിച്ചു തന്നിട്ടില്ലേ കണക്ക് ടീച്ചർ? ഈ പ്രഭാഷണം കേൾക്കുന്നവരിൽ ആരെങ്കിലും കണക്ക് ടീച്ചർമാരുണ്ടാവും എവിടെയെങ്കിലും അല്ലേ? അവരൊക്കെ അഭിമാനിക്കാം, ഞങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടെ ആചാര്യം പ്രഭാഷണത്തിൽ പറഞ്ഞുല്ലോ എന്ന് അല്ലേ. 10 കൊണ്ട് ഗുണിക്കാൻ 1 പൂജ്യം ഇട്ടാൽ മതി, 100 കൊണ്ട് ഗുണിക്കാൻ 2 പൂജ്യം ഇട്ടാൽ മതി. അല്ലാണ്ട് അങ്ങനെ 1 × 0 6 × 0 എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഗുണിച്ച് കൂട്ടിയുണ്ടോ വല്ല ആവശ്യമുണ്ടോ? ഇല്ല. 365 ദിവസമേ ഒരു കൊല്ലത്തിലുള്ളൂ. ഒരു ജീവിതത്തിൽ 100 കൊല്ലം ആയുസ് ഉണ്ടെങ്കിൽ 36,500 ദിവസം. അതിൽ നേരെ പകുതി രാത്രിയായിട്ട് ഉറങ്ങിപ്പോയില്ലേ? കുറച്ചു കാലം വിദ്യാഭ്യാസമായിട്ട് പഠിക്കാൻ എന്ന് പറഞ്ഞ് വേറെ ചിന്തയൊന്നും ഇല്ലാണ്ട് പോയി അല്ലേ. ജോലിയോ കാശുണ്ടാക്കാനോ പച്ചക്കറി പലചരക്ക് വാങ്ങാനോ ഒന്നും ചിന്തയില്ലാത്ത കുറച്ച് കാലമില്ലേ കുട്ടിക്കാലത്ത് അല്ലേ. അമ്മ എന്തെങ്കിലും പോയൊരു പപ്പടം വാങ്ങിക്കൊണ്ടു പോകാന്ന് പറഞ്ഞാൽ പോയി വാങ്ങിക്കൊണ്ടുവരാന്നല്ലാണ്ട് നല്ല വെണ്ടയ്ക്ക് നല്ല വഴുതിനൊക്കെ തിരഞ്ഞെടുക്കാൻ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ? ആ കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇല്ല, അതൊന്നുമില്ല. ചിന്തയൊന്നും വേണ്ട. അങ്ങനെ കുറച്ചു കാലം പോയി. പിന്നെ വയസ്സായിട്ടുള്ള കുറച്ചു കാലം അതൊന്നിനും വയ്യാണ്ടായിട്ടും പോയി. കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, കടാമ്പുഴമേ തോന്നണമെങ്കിൽ ആ പടി ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വരും 20 മിനിറ്റ്. 2 പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നിരിക്കട്ടെ അമ്മേ, ഇത്ര വലുതായിട്ടെങ്കിലും അമ്മയെ വിളിച്ചൂലോ. സാധാരണ വൈക്കണ കാലത്തൊക്കെ പടി ഇറങ്ങിയപ്പോൾ വർത്താനം പറഞ്ഞുകൊണ്ടാ പോരുത്. വയ്യാണ്ടായപ്പോൾ 4 പടി ഇറങ്ങിയപ്പോഴേക്കും അവിടെ ഇരുന്നിട്ട് നാളീരം മുട്ടാനുള്ളവർക്ക് ഇരിക്കാനുള്ള മേശ കസേര അവിടെ ഉള്ളത് ബെഞ്ചാണ്. നാളീരം മുട്ടാൻ നിൽക്കുന്നവർക്ക് എന്നാലും അവിടെ നിന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇരുന്ന് അല്ലേ. ശോഭാ സിറ്റിക്കാർ വഴിപാടായിട്ട് സമർപ്പിക്കുന്ന ആ ഒരു പടിയിൽ അല്ലേ അവിടെ ഇരുന്നു കൊണ്ട് കുറച്ച് വിശ്രമിച്ചിട്ട് ഒക്കെ പോകാൻ പറ്റുള്ളൂ. എന്തേ? വയ്യാണ്ടായിട്ട് അല്ലേ. ആ വയ്യാണ്ടായ കാലത്തും വേറൊന്നും ചെയ്യാനില്ല. ഇതിനിടയിലുള്ള കുറച്ച് യൗവനകാലം മാത്രമേ ഉള്ളൂ. ആ യൗവനകാലത്ത് വേണം നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാനും പണം സമ്പാദിക്കാനും വയ്യാണ്ടാവണ കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി മാറ്റി വെക്കാനും. പഠിക്കുന്ന കാലത്ത് സമ്പത്തൊന്നുമില്ല. പഠനം കഴിഞ്ഞിട്ട് വേണം പണിയെടുക്കാനായിട്ട്. പണിയെടുത്താൽ സമ്പാദ്യം ഉണ്ടാവണം, സമ്പാദിക്കുക വേണം, കുഴപ്പമൊന്നുമില്ല, സമ്പാദിച്ചോളൂ, എത്ര വേണമെങ്കിൽ സമ്പാദിക്കാം. എന്ത് വേണം? പഠിച്ച വിദ്യ കൊണ്ടാവണം. അറിയാത്ത പണിയെടുത്തിട്ട് കാശ് വാങ്ങരുത്, അറിയുന്ന പണിയെടുത്തിട്ടേ കാശ് വാങ്ങാവൂ. പിന്നെ കാശ് കുറച്ച് അവനവന് വേണ്ടി തന്നെ മാറ്റി വെക്കണം, ബാക്കി ചിലവാക്കാവൂ. കിട്ടുന്നത് മുഴുവൻ ചിലവാക്കരുത്. കാരണം അവസാന കാലത്ത് ആരും നോക്കാനുണ്ടാവില്ല എന്ന ചിന്തയോടുകൂടിയാണ് ജീവിക്കാൻ അല്ലേ. പറഞ്ഞിട്ടില്ലേ, തനിക്ക് താനും പെരക്ക് തൂണും. തനിക്ക് താൻ തന്നെ ഉണ്ടാവുള്ളൂ. അവരുടെ മക്കളൊന്നും സംരക്ഷിക്കുമെന്ന് ഒരു കാലത്തും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം പെൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ വേറെ വീട്ടിലേക്ക് താമസം മാറും, ആൺകുട്ടി കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും കുട്ടി വേറെ വീട്ടിലേക്ക് താമസം മാറും. അത്രേ വ്യത്യാസമുള്ളൂ. മുമ്പൊക്കെ പെണ്ണേ താമസം മാറിയിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞാൽ. ഇപ്പം അങ്ങനെയല്ല, ആണും പെണ്ണും ഒരുപോലെയാണെന്ന് അവിടെ മാത്രം പാലിക്കുന്നുണ്ട്. അത്രേ അല്ല, അവിടെ ആണും പെണ്ണും ഒരുപോലെയാണ്. പെണ്ണാണെങ്കിൽ പിന്നെ ഭർത്താവിൻ്റെ കൂടെ പോകണ്ടേ, ആണാണെങ്കിൽ ഭാര്യയും കുട്ടി വേറെ പോയി താമസിക്കും. കുഴപ്പമൊന്നുമില്ല, താമസിച്ചോട്ടെ. ഞാൻ പറയാറുണ്ട്, കല്യാണം കഴിയുമ്പോൾ സഹോദരന്മാരൊക്കെ വേറെ വേറെ വീടുണ്ടാക്കി താമസിക്കണം. വീട് വേറെയാവണം, പക്ഷെ മനസ്സ് വേറെ ആവരുത് അല്ലേ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഏട്ടനും അനിയനും ചെറിയ അനിയനും കല്യാണം കഴിച്ച് 3 പേരുടെ ഭാര്യമാരും കൂടി കുറേ തല്ലിയിട്ടാണ് വേറെ വീടുണ്ടാക്കി പോവാറ്. വേറെ വീടുണ്ടാക്കണം എന്ന് കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ മാറായിരുന്നില്ലേ? എന്തിനാ ഈ കലഹിച്ചിട്ട് മാറണത്? സന്തോഷത്തോടു കൂടി മാറിക്കൂടെ? സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ വീട് വേണമെങ്കിൽ വേറെ ഉണ്ടാക്കി താമസിച്ചോളൂ ഏട്ടനും അനിയനൊക്കെ, പക്ഷേ മനസ്സ് വേറെ ആവരുത്. സ്നേഹത്തോടു കൂടി വേണം. അതിന് പകരം തെറ്റിയിട്ടാണ് വീട് ഭാഗം വെച്ചുകൊണ്ട് പറമ്പൊക്കെ ഭാഗം വെച്ച് വേറെ വീടുണ്ടാക്കി താമസിക്കുക വെച്ചാൽ രാവിലെ എണീറ്റാൽ തന്നെ കാണുക അപ്പുറത്തെ ദേഷ്യത്തോടു കൂടി പിണങ്ങി നിൽക്കണം അനിയൻ്റെ വീട് അല്ലേ. സ്നേഹമുള്ള കാലത്ത് മാറിയിരുന്നു എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ ദേഷ്യം ഉണ്ടാവുമോ? ഇല്ല. ചോദിക്കുക, അപ്പം അനിയൻ്റെ ഭാര്യയെ കാണുമ്പോഴേക്ക് സ്നേഹത്തോടു കൂടി ആണ് താമസം മാറിയതെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എന്താ കൂട്ടാൻ എന്നതാണ്. അതോ ഒന്നിപ്പോൾ എനിക്ക് തീരെ വയ്യ, പനിയാണ്, സാരമില്ല, ഞാൻ അവിടുന്ന് കൂട്ടാൻ തരാം കേട്ടോ, ഞാൻ ചോറും കൂട്ടാനും അവിടെ നിന്ന് ഉണ്ടാക്കി തരാം. സ്നേഹത്തോടു കൂടിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് 1-ാം ഓണത്തിന് വലിയേട്ടൻ്റെ അടുത്ത്, 2-ാം ഓണത്തിന് തറവാട്ടിൽ, 3-ാം ഓണത്തിന് പെങ്ങളുടെ അടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-ാം ഓണത്തിന് എവിടെ വെച്ചാൽ യാത്ര ചെയ്തുകൊണ്ട് സുഖമായിട്ട് കഴിഞ്ഞൂടെ? സ്നേഹത്തിലാണെന്നുണ്ടെങ്കിൽ മനസ്സൊരിക്കലും വേർപിരിയരുത്. വീട് വേണമെങ്കിൽ വേറെ ആയിക്കോളൂ, ഒരു കുഴപ്പമില്ല.
പക്ഷേ കലഹിച്ചുകൊണ്ട് മനസ്സ് വേറെയായും കൊണ്ട് ജീവിക്കരുത്. സ്നേഹമാണോ വേണ്ടത്? ഈ സ്നേഹം എവിടെ ഉണ്ടാവുള്ളൂ? ഭഗവാനെ സ്നേഹിച്ച ഭക്തന്മാരുടെ കഥ കേൾക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. ഈശ്വരനെ ആരാധിച്ചവരുടെ കഥ കേൾക്കുന്ന സമയത്തേ ഉണ്ടാവുള്ളൂ. ഭക്തന്മാരുടെ കഥയിലൂടെ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങളെ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഈ പുരാണങ്ങള് ഇതിഹാസങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? പറഞ്ഞില്ലേ, പരോപകാരമേ പുണ്യം. കൃഷ്ണന്റെ ഭാര്യമാര് 16,108 ഭാര്യമാർക്ക് 16,108 വീടുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു ഭഗവാൻ. അവർ തമ്മിൽ പ്രേമത്തിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കൃഷ്ണന്റെ ഒരു ഭാര്യയും മറ്റൊരു ഭാര്യ തമ്മിലായിട്ട് കലഹം ഉണ്ടായിട്ടില്ല. കാരണം അവർക്ക് കൃഷ്ണപ്രേമം ഉണ്ടായിരുന്നു. കുട്ടികളിൽ ഒരാളും കഴിവില്ലാത്തവരല്ല. നമുക്ക് എത്ര കാലം മുമ്പിലുണ്ട് അറിയില്ല. ഇത്ര കാലം ഇരിക്കൂമിനി എന്നും സത്യമോ നമുക്കേതുമൊന്നില്ലല്ലോ. എത്ര കാലം ഇനി ജീവിച്ചിരിക്കുമെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇതുവരെയുള്ള കാലം എങ്ങനെ പോയി നോക്കണ്ട, ഇനിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കുക. സുഖാവാൻ എന്താ വേണ്ടത്? തനിക്കുള്ളത് തനിക്ക് കിട്ടും എന്ന് വിചാരിച്ചാൽ മാത്രം മതി. എനിക്കുള്ളത് എൻ്റെ കയ്യിൽ കിട്ടും. അർഹതയുള്ളത് എനിക്കുള്ളത് വേറെ ആരും കൊണ്ടുപോവില്ല അല്ലേ? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്ന് രാമായണത്തിൽ വായിച്ചിട്ടില്ലേ വാൽമീകി പറഞ്ഞു തരുന്നത്? സ്വന്തം ജീവിതകഥ വാൽമീകിയുടെ ഭാര്യയാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. വാൽമീകി രത്നാകരനല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയെ പറഞ്ഞു തന്നത്. നോക്കൂ, ആ കാട്ടാള സ്ത്രീക്ക് വല്ല വിദ്യാഭ്യാസം ഉണ്ടോ? എവിടെയെങ്കിലും പോയിട്ട് അവൾ വേദമോ സംസ്കൃതമോ പുരാണങ്ങളോ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഒന്നും പഠിക്കാത്ത ആ കാട്ടാള സ്ത്രീക്ക് അറിയാം എന്ത്? അവനവൻ ചെയ്തത് അവനവനെ അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്ക് കിട്ടിയത് എന്താ? ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് എനിക്ക് കിട്ടിയത്. ഈ ചിന്തയുണ്ടായാൽ പിന്നെ നമ്മൾ തെറ്റ് ചെയ്യില്ല, തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കില്ല. നമ്മൾ രണ്ടുപേര് തമ്മിൽ കാണുമ്പോൾ മൂന്നാമതൊരാളുടെ കുറ്റം പറയുക. ഇന്നെന്തേ രാമായണത്തിന് അവള് വായിക്കും, ഓ അവൾക്കിന്ന് വീട്ടിൽ ആരൊക്കെയോ വരുന്നുണ്ട് അത്രേ, അതുകൊണ്ട് ഇപ്പോൾ രാമായണവും വേണ്ട എന്ന് വിചാരിച്ച അവരെ കുറ്റം പറയും. വരാത്തവരെ കുറിച്ച് കുറ്റം പറയേണ്ട ആവശ്യമില്ലല്ലോ, വന്നവരെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ പോരെ. ഭാഗവതത്തിൽ ഒരധ്യായം തുടങ്ങുന്നത് തന്നെ ഏകാദശ സ്കന്ധത്തിൽ 28ാമത്തെ അധ്യായം തുടങ്ങുന്നത് തന്നെ അന്യന്മാരുടെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാ. പരസ്വഭാവ കർമാണി ന പ്രശംസയതി ഗർഹയേത്. അന്യന്റെ സ്വഭാവത്തെക്കുറിച്ച് കുറ്റവും പറയേണ്ട, നല്ലതും പറഞ്ഞോളണമെന്നില്ല. ഇനി പറയണമെന്നുണ്ടെങ്കിൽ നല്ലത് വല്ലതുണ്ടെങ്കിൽ പറഞ്ഞോളൂ, കുറ്റം ഒരിക്കലും പറയരുത്. ഇനി കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ കുറ്റം പറഞ്ഞോളാൻ പറഞ്ഞു അല്ലേ? ഇപ്പം ഞാൻ കുറ്റം പറയുകയാണ്, ആരെക്കുറിച്ച്? എൻ്റെ കുറ്റം പറയാം. എനിക്ക് രാവിലെ നേരത്തെ എണീക്കാൻ മടിയാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് എണീറ്റ് വരികയാണ് അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനവൻ്റെ കുറ്റങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അയാളിപ്പോൾ ആരെ കുറ്റം പറയില്ല, സ്വന്തം കുറ്റങ്ങളാണ് പറയണത്. സ്വന്തം കുറ്റങ്ങൾ പറഞ്ഞോട്ടെ, മൈക്ക് വേണ തരവേണോ? വേണമെങ്കിൽ 12 മണി കഴിഞ്ഞാൽ അങ്ങനെ ഒരു അരമണിക്കൂർ എന്തിനാ അവനവൻ്റെ കുറ്റം പറയാൻ? ബാക്കിയുള്ളവരൊക്കെ അറിയട്ടെ. പറയണം അവനവൻ്റെ കുറ്റങ്ങൾ, പറയണം, അറിയണം, എന്നിട്ട് മാറ്റണം. രണ്ടും വേണം. അറിയണം, പറയണം, മാറ്റണം അല്ലേ? നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള അറിവില്ലായ്മ ആരോട് ചെന്നാൽ ചോദിക്കുക? അധ്യാപകരോട് ഗുരുനാഥന്മാരോടൊക്കെ ചെന്നല്ലേ ചോദിക്കുക അറിവില്ലായ്മകള്? അത് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞാലല്ലേ അവർക്ക് മറുപടി പറഞ്ഞു തരുള്ളൂ. അതേ ആ പറഞ്ഞ ഭാഗം എനിക്ക് ഒന്ന് മനസ്സിലായില്ല, ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കണം എന്നുണ്ട്, ഒന്ന് പറഞ്ഞു തരൂ എന്ന് പറയുമ്പോൾ ചോദിച്ചാലല്ലേ പറയുക. അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യം അറിവുള്ളവരോട് ചോദിക്കണം. അറിവുള്ള ആളെ എങ്ങനെ കണ്ടെത്തും? അത് സത്സംഗങ്ങളിൽ, ഒരുപാട് സത്സംഗങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ വെച്ചിട്ട് പല സജ്ജനങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെങ്കിലും ഒരാളെ നമുക്ക് ഗുരുവായിട്ട് സ്വീകരിക്കാൻ തോന്നും. എൻ്റെ ഉള്ളിലെ സംശയം തീർക്കാനുള്ള അറിവും മനസ്സും ഉള്ള ഒരാളെ കണ്ടെത്തി ആ ആളെ ഗുരുനാഥനായിട്ട് സ്വീകരിക്കണം. എന്നിട്ട് ചോദ്യോത്തരങ്ങളിലൂടെ വേണം ഉള്ളിലെ സംശയങ്ങൾ തീർക്കാൻ. ചോദിക്കാണ്ട് പറയാൻ പറ്റൂ? ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന അധ്യാപകന് അദ്ദേഹത്തിന് ക്ലാസ് എടുത്താലും ഇല്ലെങ്കിലും മാസാവസാനം ശമ്പളം കിട്ടും. 10 കുട്ടികൾ ജയിച്ചാലും, ഒരു കുട്ടി ജയിച്ചാലും, 50 കുട്ടികൾ ജയിച്ചാലും മാർക്ക് ശമ്പളം ഒരുപോലെയാണ് അല്ലേ? കുട്ടികൾ ജയിക്കുന്നതിനനുസരിച്ചാണോ മാർക്ക് ശമ്പളം? അതെ, മാഷിൻ്റെ ക്ലാസ്സിൽ പകുതി കുട്ടികളെ ജയിച്ചുള്ളൂ, അതുകൊണ്ട് പകുതി ശമ്പളം കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് മാഷ്ക്ക് കുട്ടികൾ പഠിച്ചോളണം എന്നൊന്നുമില്ല. ആർക്കാണ് ആവശ്യം? കുട്ടികൾക്കാണ് പഠിക്കണോ വേണ്ടയോ എന്നുള്ളത് ആവശ്യം. അപ്പോൾ കുട്ടികൾ, നമ്മളൊക്കെ കുട്ടികളാണ്. അറിവുള്ളവരുടെ അടുത്ത് ചെന്നിട്ട് എങ്ങനെയുള്ള ആളാവണം? നമുക്ക് അറിയേണ്ട വിഷയത്തെക്കുറിച്ച്
അറിവും പറഞ്ഞു തരാനുള്ള മനസ്സും വേണം. അറിവ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, അത് പറഞ്ഞു തരാനുള്ള മനസ്സും ഉള്ള ആളുടെ അടുത്ത് വേണം ചെന്ന് ചോദിക്കാനായിട്ട്. ആചാര്യോ അരണിരാജസ്യ അന്തേവാസി ഉത്തരാരണി തൽ സന്ധാനം പ്രവചനം. ചോദ്യോത്തരങ്ങളിലൂടെയാണ്, സംവാദങ്ങളിലൂടെയാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അധ്യാത്മരാമായണം തന്നെ ഉമാമഹേശ്വര സംവാദമാണ്. പരമശിവൻ പാർവതിയോട് പാർവതിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് അധ്യാത്മരാമായണം. ഇവിടെ ഹനുമാൻ സ്വാമി കേൾക്കുന്നതായിട്ടുള്ള സംവാദം ആരുടെയാ? രാവണ സീതാസംവാദമാണ് ഹനുമാൻ കേൾക്കുന്നത്. സീതാദേവി പറയുന്ന വാക്കുകളാണ് കേൾക്കുന്നത്. ഒരു പുൽക്കൊടി എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നാൽ നീ ദഹിച്ചു പോവും എന്ന് ആ രാവണന് കിട്ടിയ ശാപത്തെ, അനുവാദമില്ലാണ്ട് സ്ത്രീയെ തൊട്ട തല പൊട്ടിത്തെറിക്കും എന്നുള്ള ശാപം കിട്ടിയിട്ടുണ്ട്. മേനകയുടെ ശാപം കിട്ടിയിട്ടുണ്ട്. ഭാഗവതത്തിലും ഇതുപോലൊരു കഥാപാത്രത്തെ കാണാം, നരകാസുരൻ. 16,100 പെൺകുട്ടികളെ കൊണ്ടുവന്ന് തടവറയിലാക്കിയിരിക്കുക കല്യാണം കഴിക്കാൻ വേണ്ടി. ഒരാൾ സമ്മതിക്കുന്നില്ല. എന്നാൽ പോയിട്ട് താലി കെട്ടാനും വയ്യ, കാരണം തൊട്ടാ തല പൊട്ടി തെറിക്കും, സമ്മതമില്ലാണ്ട് തൊട്ടാൽ. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്കുള്ള ശിക്ഷ എന്താന്ന് പറഞ്ഞു വെച്ചിരിക്കുക? എന്താ? അനുവാദമില്ലാണ്ട് സ്ത്രീയെ തൊട്ടാൽ ആ തല ഇങ്ങോട്ട് ഇല്ലാണ്ടാക്കണം എന്നാണ് അല്ലേ? സ്ത്രീകളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവൻ ജീവിക്കാൻ അർഹതനല്ല. അനുവാദമില്ലാണ്ട് അല്ലേ എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. അനുവാദമില്ലാണ്ട് സ്ത്രീയെ തൊട്ടാൽ തല പൊട്ടി തെറിക്കുക. ആ ശാപം മഹാഭാരതത്തില് ഭാഗവതത്തിൽ നരകാസുരനും രാമായണത്തിലെ രാവണനും കിട്ടിയിട്ടുണ്ട് ശാപം. അല്ലെങ്കിൽ സീതയെ പിടിച്ച് ഉപദ്രവിക്കില്ലേ? ഉണ്ടായിട്ടില്ലല്ലോ. രാവണൻ പേടിച്ച് പിന്മാറുകയുണ്ടായത്. പറയുക, നിനക്ക് എന്ത് ധൈര്യം ഉണ്ട് ചോദിക്കുക. 10 തലയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു തലയ്ക്കകത്ത് പോലും വിവരമില്ലല്ലോ, ധൈര്യമില്ലല്ലോ എന്ന് ചോദിക്കുക സീതാദേവി. രാവണൻ ലോകത്തിന്റെ മുഴുവൻ രക്ഷ ഞാനാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന, ഞാനാണ് ലോകത്തിന്റെ നാഥൻ എന്ന് വിചാരിക്കുന്ന എന്നോട് പോയിട്ട് പറയുക, 10 തലയുണ്ടായിട്ട് ഒരു തലയിൽ പോലും ധൈര്യമില്ലാത്തവനല്ലേ നീ ചോദിക്കുക. എൻ്റെ ഭർത്താവ് രാമൻ അടുത്തുള്ള സമയത്ത് അടുത്തേക്ക് വരാൻ പോലും പേടിയുള്ള നീ എൻ്റെ ഭർത്താവിനെയും അനിയനെയും അവിടുന്ന് മാറ്റിയിട്ട് സന്യാസി വേഷത്തിലല്ലേ എന്നെ കട്ടുകൊണ്ടുവന്നതല്ലേ ചോദിക്കുക. നേരായ വേഷത്തിൽ വരാൻ ധൈര്യം ഉണ്ടായോ? നോക്കൂ, രാവണൻ വല്ലതും പറയാനുണ്ടോ? നേരാമണ്ണാണോ കൊണ്ടുവന്നത്? അങ്ങനെയാണെങ്കിൽ 10 തലയായിട്ട് വന്നിട്ട് സീതാദേവിയെ കൊണ്ടുവരണ്ടേ? രാവണനായിട്ടുള്ള ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം ഉണ്ടോ രാവണനെ ചോദിക്കുക സീതാദേവിയെ. സന്യാസി വേഷം ധരിച്ചുകൊണ്ട്. കാരണം എന്താ? ഈശ്വരന്റെ പേര് പറഞ്ഞുകൊണ്ട്, ഭക്തന്മാരുടെ പേരിൽ വന്നുകൊണ്ട് കപടനാട്യമല്ലേ നടിച്ചത് ചോദിക്കുക. ഈശ്വരചിന്ത ഇല്ലാണ്ട് ഈശ്വരാരാധനാ കേന്ദ്രങ്ങളിൽ കയറിപ്പറ്റി അവിടെയുള്ള സമ്പത്തിനെ അപഹരിക്കുക അല്ലേ? ഇന്ന് ധാരാളം കാണാം. ഈശ്വരചിന്ത ഇല്ലാത്ത കുറെ ആൾക്കാർ അമ്പലഭരണങ്ങളിലൊക്കെ കയറിക്കൂടി അവിടുന്ന് പരമാവധി കാശ് കൈക്കലാക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഭക്തി കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണോ? ഇത് സീതാദേവി അന്ന് പറഞ്ഞതാണ് കേട്ടോ, ഞാൻ പറഞ്ഞതല്ല. ഇനി എന്നോട് ദേഷ്യപ്പെടേണ്ട ആരും. സീതാദേവി പറഞ്ഞതാണ്. ഈശ്വരചിന്തയുള്ള ആളാണോ രാവണൻ? അല്ല. എന്നിട്ട് ഈശ്വരചിന്തയുള്ള ആളുടെ വേഷത്തിൽ വന്നു അല്ലെ? സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവത്തില് ഈശ്വരചിന്തയുള്ള ആള് സന്യാസിയുടെ വേഷത്തിൽ വന്നു. എന്തിന്? രാമനിൽ നമസ്കരിച്ച് ഭക്തി നേടാനാണോ? അല്ല, രാമന്റെ ശ്രീ അല്ലെ? ശ്രീ എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ സമ്പത്ത്. ആ സമ്പത്തിനെയല്ലേ തട്ടിക്കൊണ്ടുവന്നത്? ക്ഷേത്ര ഭരണസമിതികളിലൊക്കെ ഈശ്വരചിന്തയില്ലാത്ത ആളുകൾ കയറിക്കൂടിയിട്ട് ഈശ്വരാരാധനയ്ക്ക് വേണ്ടി ഒരു കർമ്മവും ചെയ്യില്ല അല്ലേ? ഇപ്പൊ ഭാഗവസപ്താഹം നടത്താൻ പറഞ്ഞ അതുകൊണ്ട് ഇപ്പൊ എന്താ ലാഭം? അമ്പലത്തിലേക്ക് കാശ് ഉണ്ടാവുമോ? അവർക്ക് എന്താ? ഭക്തിയല്ല ആവശ്യം, കാശാണ്, സമ്പത്താണ് ആവശ്യം. ഭക്തിയല്ല. അമ്പലം സമ്പത്തിന്റെ കേന്ദ്രമല്ല, ഭക്തി കേന്ദ്രമാണ്. അതില്ല. ആരെങ്കിലൊക്കെ അങ്ങനെ സത്സംഗങ്ങളൊന്നും നടത്താൻ സമ്മതിക്കില്ല വെച്ചാൽ ഉറപ്പിച്ചോളൂ, അവര് അവിടുത്തെ കാശ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എങ്ങനെ കാശ് കൈക്കലാക്കാം. സീതാദേവി പറഞ്ഞതാണ്. ആരെ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ രാമായണം പറയണം, എൻ്റെ പേര് പറയണ്ട. പറഞ്ഞാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. സുന്ദരകാന്ഡത്തിൽ ആ സീതാദേവി രാവണനോട് പറഞ്ഞ കാര്യമാണ് അല്ലേ? അതിനു വേണ്ടിയിട്ടാണ് ആ ശ്ലോകം കൂടി പറഞ്ഞു തന്നത്. മുമ്പേ പറഞ്ഞു വെച്ചു. പൂന്താനം വെറുതെയാണോ പറഞ്ഞത്? അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു. അറിവുള്ളവര്
പരമാർത്ഥം പറഞ്ഞു. സീതാദേവി പറഞ്ഞു, രാമന്റെ സമ്പത്തിനെ ഈശ്വരചിന്തയില്ലാത്ത നീയ് ഈശ്വരഭക്തന്റെ വേഷത്തിൽ വന്ന് രാമന്റെ സമ്പത്തായിട്ടുള്ള എന്നെ കട്ടുകൊണ്ടുപോരല്ലേണ്ട. നേരാമണ്ണം കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യും, കട്ടുകൊണ്ടുപോകേണ്ടാവുക എന്ന് പറഞ്ഞു സീതാദേവി. നോക്കൂ, ജനകജയും അവനോടതിനിടയിൽ ഒരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൽ നിലതീവ ഭീത്യ ഭവാൻ സന്യാസിയായി വന്ന് ഇരുവരും കാണാതെ, ആരും കാണാണ്ട് കട്ടുകൊണ്ടേ പോവുള്ളൂ. നേരാമണ്ണം എടുത്തു കൊണ്ടുപോകാനുള്ള ധൈര്യമില്ല അല്ലേ, കട്ടുകൊണ്ട് പോവല്ലേ ഉണ്ടായത്. എന്ത് ശക്തിയാ നിനക്കുള്ളത്? 10 തലയുണ്ട് പറഞ്ഞെന്താ കാര്യം? ലവലേശം ശക്തിയില്ലല്ലോ, ലവലേശം ഭക്തിയില്ലല്ലോ, ലവലേശം ധൈര്യമില്ലല്ലോ എന്ന് പറയുക രാവണനോട്. ദശവദന സുദൃഢമനുചിതമിതു നിനക്ക് ഫലം നീ താൻ അനുഭവിക്കും ദൃഢം. അങ്ങനെ വരുന്നവരോട് പറയാ, നിങ്ങൾ അതിൻ്റെ ദുരിതഫലം അനുഭവിക്കുക ചെയ്യും. രഘുജനന തിലകാൻ, ആ രഘുജനന തിലകം, രഘുകുലത്തിന്റെ ആ തിലകമായിട്ടുള്ള രാമൻ ഇവിടെ വരും. ആ രാമൻ കാരണം ലവണ ജലനിധിയെ രഘുകുല തിലകാനാശ്രമം ലംഘനം ചെയ്യുമതിനില്ല സംശയം. ആ ശ്രീരാമൻ വലിയൊരു കടൽ അവിടെ ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സമുദ്ര ലംഘനം ചെയ്ത് ഇവിടെ വരും, നിന്റെ കഥ കഴിച്ച് എന്നെ കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഇതങ്ങോട്ട് കേൾക്കുമ്പോഴാണ് ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയുടെ ആ ഒരു ഭക്തിഭാവം, തീവ്രത അങ്ങോട്ട് മനസ്സിലാവണത്. ജനക നൃപവരനു മകളായി പിറന്നേനഹം ചെമ്മേ, ഞാനേ ആ ജനകുല പെണ്ണായിട്ട് ജനിച്ചതേ ആ ഭഗവാന്റെ പാദം സേവിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ശ്രീരാം പാദത്തിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതാണ്. ഞാൻ ശ്രീരാമദേവന്റെ സമ്പത്താണ്, അല്ലാണ്ട് കട്ടുകൊണ്ടുപോകാൻ വന്ന നിനക്ക് ഉപയോഗിക്കാനുള്ള സമ്പത്തല്ല എന്ന് പറയുക. അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ എന്നെ ശ്രീരാമേന്ദ്രന് തിരിച്ചു കൊടുത്ത് ആ ശ്രീരാമപാദത്തിൽ നമസ്കരിച്ചാൽ നിനക്ക് ശ്രേയസ് ഉണ്ടാവും എന്ന് പറയുക. ഈ കട്ടെടുത്ത കാശൊക്കെ തിരിച്ചവിടെ തന്നെ വെച്ച് ക്ഷമ പറഞ്ഞാൽ നേരെയാവും. സീതാദേവിയുടെ വാക്കാണ്. എന്നെ തിരിച്ചു കൊണ്ട് കൊടുത്തോളൂ, എന്നിട്ട് മാപ്പ് പറഞ്ഞോളൂ. ശ്രീരാമൻ ക്ഷമിക്കുന്നു പറയുക അല്ലെ, ക്ഷമാമൂർത്തിയാണ് ശ്രീരാമൻ. കാൽക്കൽ നമസ്കരിക്കുന്നവരുടെ അഭയം കൊടുക്കുന്നയാളാണ്. സുഗ്രീവൻ കാൽക്കൽ നമസ്കരിച്ച് അഭയം ചോദിച്ചപ്പോൾ അഭയം കൊടുത്തയാളാണ്. അതുകൊണ്ട് എന്നെ തിരിച്ചു കൊടുത്തോളൂ. രാവണന് സീതാദേവിയുടെ ഈ അധിക്ഷേപ വാക്കുകളായിട്ട് തോന്നി ഒക്കെ സത്യ പറഞ്ഞത്. രാവണൻ ചെയ്ത കൊള്ളരുതാമയെ കുറിച്ചാണ് സീതാദേവി പറഞ്ഞത്. പറഞ്ഞു, അവിടെയുള്ള നിശാചരികളോട് പറഞ്ഞു, 2 മാസം ഞാൻ സമയം തരാം, അതിനുള്ളിൽ സീതാദേവിയെ എനിക്ക് വശംവദയാക്കി മാറ്റണം നിങ്ങൾ എന്ന് പറഞ്ഞ് ത്രിജട ദുപട തുടങ്ങിയിട്ടുള്ള രാക്ഷസിമാരൊക്കെ ഉണ്ട്. അവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് രാവണൻ കൊട്ടാരത്തിലേക്ക് പോവുക. അതിനുശേഷം സീതാദേവി അവിടെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കണു. രാമനെ ഒന്നും ഇനിയിപ്പോൾ നിന്നെ ഞങ്ങൾ കൊണ്ടുവന്നില്ലേ, ഞാൻ നീ കാട്ടിലേക്ക് പോയിട്ട് ആ രാമനെ കൊല്ലാൻ നോക്കുന്നുണ്ട്, എന്നാൽ പിന്നെ രാമൻ്റെ പേരും പറഞ്ഞ് നീ ഇവിടെ ഇരിക്കില്ലല്ലോ എന്നൊക്കെ സീതാദേവിയോട് രാവണൻ പല പല വാക്കുകൾ പറഞ്ഞു. നല്ല സ്ത്രീത്വത്തോടുകൂടി ഒരുപാട് കാര്യങ്ങൾ രാവണനോട് പറഞ്ഞു എന്നുണ്ടെങ്കിലും രാവണൻ പോയതിനു ശേഷം മനസ്സി പശവതായോടുറങ്ങിനാൻ ഏവരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയും. മറ്റുള്ളവരൊക്കെ രാക്ഷസിമാരൊക്കെ അവിടെ കിടന്നുറങ്ങി. സീതാദേവി അവിടെ അങ്ങനെ കിടന്നു വിഷമത്തോടു കൂടിയിട്ട്, ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയുക. അപ്പോഴാണ് അവിടെ ഉഷസി നിശിചരികൾ ആ രാക്ഷസിമാരൊക്കെ അവിടെ പതുക്കെ അങ്ങനെ ഉറക്കത്തിലായി. ഏതാണ്ട് പ്രഭാതം വരികയായി. ആ സമയത്ത് സീതാദേവിക്ക് വല്ലാണ്ട് വിഷമം. ഞാനിവിടെ കിടന്ന് മരിക്കുകയാണോ ഉണ്ടാവുക, എൻ്റെ ഭർത്താവിന് അറിയാൻ പറ്റുമോ ഞാനിവിടെ ഉള്ളതെന്ന് എങ്ങനെയാ അറിയുക, അറിഞ്ഞാലല്ലേ വന്നെന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സീതാദേവിക്ക് വല്ലാണ്ട് ദുഃഖം, ഉറങ്ങാൻ പറ്റണില്ല. പെട്ടെന്ന് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു, ചെറുതായിട്ട് രാമകഥ പറയാൻ തുടങ്ങി. ഇത്രയും പവനസുതനിവ പലവും ആലോക്യ മാനസേ പാർത്തു പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. പവനസുതൻ ഹനുമാൻ സ്വാമി പതുക്കെ പതുക്കെ ഇവിടുന്ന് പറയാൻ തുടങ്ങി. ഇത്രേ പണ്ട് ജഗതമലനയന, അവിടെ പണ്ട് രഘുകുലത്തില് സൂര്യകുലത്തില്
കേമനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ. ആരാ? ദശരഥൻ ജാതനായാനവൻ തന്നെ പുത്രരായി, ദശരഥന്റെ പുത്രന്മാരായിട്ട് രതിരമണ തുല്യരായി 4 പേരുണ്ടിതു. രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. സുന്ദരന്മാരായിട്ട് 4 പേരുണ്ടായി. രാമൻ, ഭരതൻ, സൗമിത്രി, ശത്രുഘ്നൻ 4 പേരുണ്ടായി. രജനിതര കുലനിധന ഹേതുഭൂതൻ പിതൂരാജ്ഞയാ കാനനം തന്നിൽ വാണീടിന. ചുരുക്കിയങ്ങൾ പറഞ്ഞു അത്രേ. ദശരഥന് 4 മക്കളുണ്ടായി. അവര് അച്ഛൻ്റെ വാക്ക് സത്യമാക്കാൻ കാട്ടിലേക്ക് പുറപ്പെടുകയുണ്ടായി. അവിടെ ജനക നൃപസുതയും അനുജനുമായിട്ട്, സീതയും അനുജനുമായിട്ട്, ഭാര്യയും അനുജനുമായിട്ട് വന്നു. ജാനകിയെ തത്ര ദശാനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും. രാമനും അനിയനും കൂടി കാണാതായ സീതയെ അന്വേഷിച്ച് നടക്കുമ്പോൾ വീണുകിടക്കും ജടായുവിനെ കണ്ടു. വീണു കിടക്കുന്ന ജടായുവിനെ കണ്ടു. പരമഗതി പുനരവനു നൽകിയമ്മാല്യവൻ പർവ്വത പാർശ്വ നടക്കും വിധവു. ജടായുവിന് പരമഗതി കൊടുത്ത് മാല്യപർവ്വതത്തിന് ചുറ്റും പരിസരത്ത് നടക്കുമ്പോഴാണ് കവീന്ദ്രനുമായി സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തു. തുടർന്ന് 4 ദിക്കിലേക്കും കവിവരവെ വിരവിനോട് 4 ദിക്കെങ്കിലും കണ്ടുവരുവാനയച്ചോരനന്തരം 4 ദിക്കിലേക്കും വാനരന്മാരെ അയച്ചു. അതിൽ തെക്കോട്ട് വന്നവൻ സമ്പാദിവാക്കിനാൽ ജലനിധിയേവും ഒരു ശതയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനേൻ. സമ്പാദിവാക്കുകൊണ്ട് കുരങ്ങന്മാരിൽ ഒരുത്തൻ കടൽ ചാടിക്കടന്ന് ഇവിടെ രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം, ഈ ലങ്കയിൽ മുഴുവൻ സീതാദേവിയെ തിരഞ്ഞ് ഞാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ താതാനുഗ്രഹവശാൽ തൻ്റെ അച്ഛൻ്റെ വായുദേവന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പതാ ശിംശഭാവൃക്ഷമൂലവും തന്മൂലദേശേ ഭവതിയും മുതാ കനിവിനോട് കണ്ടു കൃതാർത്ഥനായേനഹം. സീതാദേവിയെ കണ്ട് ഞാൻ കൃതാർത്ഥനായി എന്ന് പറയുക. ഇതങ്ങോട്ട് കേട്ടപ്പോഴേക്കും ആരായി പറയണത്? ദേവിയെ കണ്ടത് മമ ഭാഗ്യം, അഹോ മമ ഭാഗ്യം നമോസ്തുതേ, എൻ്റെ ഭാഗ്യമാണ് ദേവിയെ കണ്ടത്, ദേവിയെ ഞാൻ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നു അത്രേ. പിന്നെ ഇളകാതിരുന്നാണ് അരക്ഷണം, കുറച്ചു നേരം മിണ്ടാണ്ടിരുന്നു. ആ സമയത്താണ് ആരായി പറയണത്? പവനൊരു കൃപയോട് പവനൊരു കാറ്റെന്നോട് പറയുകയാണോ, അതോ മമ മാനസഭ്രാന്തിയോ, എൻ്റെ മനസ്സിലങ്ങനെ തോന്നുകയാണോ എന്നൊക്കെ ചിന്തിക്കുകയാണ് അത്രേ. പെട്ടെന്ന് എന്ത് ചെയ്തു? ആ ഹനുമാൻ സ്വാമി നേരെ ഇറങ്ങി വന്നു അത്രേ. ജനക നൃപദുഹിതൃ വചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദമിറങ്ങിനാൻ. വിനയമുടും അവനി മകൾ ചരണനളിന അന്തികെ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം. വിനയത്തോടുകൂടി സീതാദേവിയെ നമസ്കരിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ചോദിക്കുക സീതാദേവി ഇത്രേ, ഇവിടെ നിശിചരപതി വലിയവേ മുഖവേഷമായി എന്നെ മോഹിപ്പതിന്നു വരികയോ? രാക്ഷസനാണോ എന്നെ മോഹിപ്പിക്കാൻ വേണ്ടി കുരങ്ങന്റെ വേഷത്തിലൊക്കെ വന്ന് രാമന്റെ കഥ പറഞ്ഞതാണോ എന്ന് ചോദിച്ചപ്പോ അല്ല അമ്മേ എന്ന് പറയുക. അമ്മേ, ഞാൻ രാമന്റെ ദൂതനാണ്. ശരണമിഹ ചരണരസാസിജ മഖൻ അഖിലാനായി ഏകേ ശങ്കിക്ക വേണ്ട അമ്മേ, ഒട്ടും ശങ്കിക്കണ്ട കേട്ടോ എന്ന് പറയുക. ഞാൻ ആരാന്നറിയോ? തവ സജീവനാഹമിഹ തഥാ വിധനൽ അഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ. ഞാൻ കോസലേന്ദ്രനായിട്ടുള്ള രാമന്റെ ദാസനാണ്, സുഗ്രീവഭൃത്യനാണ്, ജഗൽ പ്രാണനന്ദനൻ വായുപുത്രനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ വാക്ക് കേട്ടപ്പോ ചോദിക്കുകയാണ് സീതാദേവി, നീ എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയണു? പറഞ്ഞു, അമ്മേ ഞാൻ രാമദൂതനാണ്, ശ്രീരാമദേവൻ എന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, അനവധി കുരങ്ങന്മാരെ പറഞ്ഞു വെച്ചു, എൻ്റെ കയ്യിൽ മുദ്രമോതിരത്തെ തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ മോതിരം കാണിച്ചു കൊടുത്തു. മോതിരം അവിടെ വെച്ചു കൊടുത്തു അത്രേ. ആ മോതിരം അവിടെ കൊടുത്തപ്പോഴേക്കും പ്ലവകുല പരിവൃടരെ 4 ദിക്കിങ്കലും പ്രത്യേകമേകൈകലക്ഷം നിയോഗിച്ചാൽ. ഒന്നുകൂടി വിസ്തരിച്ച് പറയുക അത്രേ. ആദ്യം മരത്തിൻ്റെ മുകളിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു. പിന്നെ സീതാദേവിയുടെ മുമ്പിൽ വന്ന് സീതയ്ക്ക് വിശ്വാസം വരാൻ വേണ്ടി ആ മുദ്രമോതിരം കൊടുത്ത് വിശദമായിട്ട് പറഞ്ഞു. ആരണ്യകാണ്ഡത്തിൽ സീതാദേവിയെ കട്ടുകൊണ്ടുപോയത് മുതൽ ആ ആരണ്യകാണ്ഡത്തിൽ ബാക്കി ഭാഗവും കിഷ്കിന്ധാകാന്ഡവും സുന്ദരകാന്ഡത്തിൽ ഇതുവരെയുള്ള ഭാഗങ്ങളും ചുരുക്കി അങ്ങോട്ട് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. 4 ദിക്കെങ്കിലും നിയോഗിക്കേണ്ടായി. അവിടെ അതുപൊഴുതു രഘുപതിയോ മലവീരോട്ടെ
അരികെ വിളിച്ചങ്കുലീയമ്മ കയ്യിൽ നൽകിയിടിനാൻ. ഭഗവാന്റെ മോതിരം എനിക്ക് നൽകുകയുണ്ടായി എന്ന് പറഞ്ഞ് ആ മോതിരത്തെ അങ്ങോട്ട് കൊടുത്തു അത്രേ. ആ മോതിരം കയ്യിൽ കിട്ടിയപ്പോഴേക്കും സീതാദേവിക്ക് വളരെ സന്തോഷമായി. പ്ലവക കുലപരിവൃട മഹാമതിൻ ഭവാൻ പ്രാണദാതാ മമ പ്രതി പ്രീതികാരി ദൃഢം. എൻ്റെ ഭർത്താവിനും എനിക്കും പ്രീതിയെ നൽകുന്ന പ്ലവക കുലപതി വാനരകുലപതിയായിട്ടുള്ള ഹനുമാൻ അങ്ങ് വളരെ പ്രീതിയുള്ള കാര്യമാണ് എനിക്ക് തന്നത്. സന്തോഷമായി എന്ന് പറയുക. അമ്മേ ഇനി ഒരു കാര്യം ഇങ്ങോട്ട് വേണമെന്ന് പറയുക. എന്താ? ഞാൻ അമ്മയെ കണ്ടു എന്നുള്ളതിന് എനിക്ക് ഇങ്ങോട്ട് ഒരു സമ്മാനം തന്നയക്കണം, ഒരടയാളം തന്നയക്കണം. അമ്മയുടെ ചൂടാമണി ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞു അത്രേ. ചിഗുരഭരമതിൽ മരുവുമല ചൂടാമണി ചിന്മയി മാരുതി കയ്യിൽ നൽകിയിടിനാൻ. ആ പവനതനയൻ്റെ വാക്ക് കേട്ട് ചൂടാമണി എടുത്തിട്ട്, മുടിയിൽ ചൂടിയ ചൂടാമണി എടുത്തിട്ട് ഹനുമാന്റെ കയ്യിൽ കൊടുത്തു. ഹനുമാൻ വേഗം ചെന്ന് രാമനെ വിവരം അറിയിക്കൂ പറയുക. അമ്മയെ ഒട്ടും പരിഭ്രമിക്കണ്ടെന്ന് പറയുക. രാമൻ തീർച്ചയായിട്ടും ഇവിടെ വരും. സമുദ്രം കടന്ന് വേണമെങ്കിൽ ഞാൻ എൻ്റെ ചുമലിലേറ്റിയിട്ട് രാമനെയും സൈന്യത്തെയും ലക്ഷ്മണനെയും ഇവിടെ ലങ്കയിലെത്തിക്കും. എനിക്കിപ്പോൾ വേണേ അമ്മയെ അങ്ങോട്ട് എടുത്തുകൊണ്ടാവും, വയ്യാണ്ടല്ല. അത് വേണ്ടാന്ന് പറയുക സീതാദേവി. എൻ്റെ ഭർത്താവ് തന്നെ ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകണം. അതാണ് രാമന് ആ ഒരു അഭിമാനം. രാമനാണ് വന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോകേണ്ടത്. തീർച്ചയായിട്ടും വരും, അമ്മ ഒട്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞ് സീതാദേവിയെ അവിടെ അഭിനന്ദിക്കണു, അവിടെ നമസ്കരിച്ചുകൊണ്ട്. ഇനി ഞാൻ വന്ന കാര്യം രാവണനെ ഒന്ന് അറിയിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ. കാരണം രാമൻ വരുന്നതിന് മുമ്പ് രാമദൂതന്റെ ശക്തി ഒന്ന് കാണിച്ചു കൊടുക്കണം. അവിടുന്ന് ഹനുമാൻ സ്വാമി എന്ത് ചെയ്തു? ആ ഉദ്യാനമാകെ തല്ലി തകർത്തു അത്രേ. ആ ഉദ്യാനത്തെ ആകെ തല്ലി തകർക്കുക. അവിടെ സീതാദേവി ഇരിക്കുന്നതായിട്ടുള്ള ആ ഒരു ശിംശപാവൃക്ഷം ഒഴികെ മിഥില നിർമ്മകൾ മരുവുമതി വിമല ശിംശപാവൃക്ഷം ഒഴിഞ്ഞുള്ളതൊക്കെ തകർത്തവൻ. ആ ശിംശപാവൃക്ഷം ഒഴിഞ്ഞ് ബാക്കിയുള്ളതിനെ മുഴുവൻ തകർത്തു എന്ന് പറയുക. ബാക്കിയൊക്കെ തകർത്തു, വേറെ ഒന്നും അവിടെ ബാക്കി വെച്ചില്ല. രജനിചരപുരി ജഡിതി കീഴ്മേൽ മറിച്ചു രാമദൂതൻ മഹാവീര്യ പരാക്രമൻ. ആ അസുരപുരി ആകെ കീഴ്മേൽ മറിച്ചു അത്രേ. ഈ രാത്രി കിടന്നുറങ്ങിയ അസുരന്മാരൊക്കെ രാവിലെ എണീറ്റ് നോക്കുമ്പോഴേക്കും ആകെ കീഴ്മേലും മറഞ്ഞിട്ടുണ്ട്. എന്തായി പറ്റിയത്? ആരാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഭയമുടതു പൊഴുതു നിശിചരികളും ഉണർന്നിതു പാർത്ത നേരം കവിവീരനെ കാണായി. രാക്ഷസികളൊക്കെ ഉണർന്നപ്പോ ഹനുമാനെ കണ്ടു. അവിടെ എല്ലാം നശിപ്പിച്ചു നിൽക്കുന്ന ആ ഒരു ഹനുമാനെ കണ്ടപ്പോ ചോദിക്കുകയാണ്, ചൊല്ലടോ ചൊല്ലടോ, ആരാ നീ ചോദിക്കുക? നീ എന്തിനാ അവിടെ വന്നത്? ജന്തുവീൻ എന്തു വന്നത്? എന്താ നീ ഇവിടെ വരാൻ കാരണം എന്ന് ചോദിക്കുക. നിശിതമസി വരുവതിന് കാരണമെന്തു നീ അറിഞ്ഞില്ലയോ, ചൊല്ലുവാനാരടോ, നീ ആരാന്ന് പറയോ എന്ന് രാക്ഷസിമാര് ചോദിക്കുമ്പോ, അതെ ലങ്കേശനോട് പോയിട്ട് പറയാൻ പറയുക. ഒരാൾ വന്നു, നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഞാൻ ആരാന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, രാക്ഷസിമാരോടൊന്നും വിവരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നെക്കുറിച്ച്. ഓടിപ്പോയി ഇത്രേ. വന്ന രാക്ഷസന്മാരെ തടയാൻ വന്ന രാക്ഷസന്മാരൊക്കെ അടിച്ചോടിച്ചപ്പോ അവർ ഓടിച്ചെന്ന് രാവണനോട് പോയിട്ട് പറയുകയാണ്, ഹേ രാവണ, അവർക്ക് രാവണാന്ന് വിളിക്കാൻ വയ്യല്ലോ, ഹേ ലങ്കേശ, ഒരു കുരങ്ങൻ വന്നിട്ട് തല്ലി തകർക്കണോ? ഈ ലങ്കയിൽ ഒരു കുരങ്ങനാ? ഒരു കുരങ്ങൻ എങ്ങനെ അവിടെ വരാൻ സാധിക്കുക? അതും ഏതെങ്കിലും കുരങ്ങൻ വന്നു വിചാരിച്ചിട്ട് ലങ്കേശപുരിയൊക്കെ തകർക്കാൻ സാധിക്കുകയോ ചോദിക്കുക. ചെല്ലോ, ഭടന്മാരെ പറഞ്ഞയച്ചു. ഭടന്മാരെ പറഞ്ഞയച്ച കൂട്ടത്തില് രാവണന്റെ രണ്ടാമത്തെ മകനായിട്ടുള്ള അക്ഷകുമാരനെ പറഞ്ഞയക്കുകയുണ്ടായി എന്ന് പറയുക. ആ അക്ഷകുമാരന്റെ നേതൃത്വത്തിലാണ് ഗംഭീരമായിട്ടുള്ള യുദ്ധം ആ വാനരനുമായിട്ട്. വാനരന്മാര് അനവധി വരാൻ പോവുകയാണ്. അതിൻ്റെ ചെറിയൊരു സൂചന കൊടുത്തേക്കാം. ഒരു കുരങ്ങൻ വന്നിട്ട് ഇത്രയൊക്കെ പരാക്രമം കാണിക്കുമെന്നുണ്ടെങ്കിൽ രാവണ ഇതുപോലെ കുരങ്ങന്മാർ അനവധി വരാതിരിക്കുന്നുണ്ട് അല്ലേ? ഇത് സൂചന മാത്രമാണ്. ഒരു സൂചന കൊടുക്കാമെന്ന് വിചാരിച്ച് വന്ന രാക്ഷസന്മാരൊക്കെ വലിയ വലിയ മരങ്ങളെ കൊണ്ട് തല്ലിക്കൊന്നു. ഹനുമാൻ ഗദയും കൊണ്ട്, ആയുധങ്ങളൊന്നും പ്രയോഗിച്ചിട്ടില്ല. ആയുധം കൊണ്ടൊന്നും അല്ല അങ്ങോട്ട് പോയത്. ആയുധത്തിന്റെ ആവശ്യമില്ല ഹനുമാൻ സ്വാമി. കയ്യിലെപ്പോഴും ഒരു ഗദയുണ്ടാവും. ഹനുമാൻ ആ മരങ്ങളൊക്കെ പിഴുതുകൊണ്ട് അസുരന്മാരെ രാക്ഷസന്മാരെ മുഴുവൻ ഇല്ലാണ്ടാക്കിയത്രേ. അപ്പോഴാണ് അവിടെ അരിവരനെ നിമിഷമിഹ കൊണ്ടുവരുവൻ അക്ഷയകുമാരണം നിർഗമിച്ചിട്ട് ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ അക്ഷകുമാരൻ വന്നുവെന്നും
കവിവരനും അത് പൊഴുതു തോരണമേറിനാൽ കാണായത് അക്ഷയകുമാരനെ സന്നിധോ. അക്ഷകുമാരനെ കണ്ടു എന്ന് മാത്രമല്ല, ക്ഷണനേരം കൊണ്ട് അക്ഷകുമാരൻ്റെ കഥ കഴിച്ചു അത്രേ. അക്ഷകുമാരൻ ശമനപുരി ഇരവിനോട് ചെന്നു പൂക്കിയിടിനാൻ ശക്തനാം അക്ഷയകുമാരൻ മനോഹരൻ. നല്ല സുന്ദരനാണ് അക്ഷയകുമാരൻ. പക്ഷേ ഹനുമാന്റെ അടികൊണ്ട് അക്ഷയകുമാരൻ മരണപ്പെട്ടു. ഈ വിവരമറിഞ്ഞ് രാവണൻ ആകെ ദുഃഖാർത്തനായി. വിബുധകുലരിപു നിശാചരാധിപൻ രാവണൻ വൃത്താന്തമാഹന്ത കേട്ടു ദുഃഖാർത്തനായി. അക്ഷകുമാരൻ മരിച്ചു എന്നറിഞ്ഞ് രാവണൻ ദുഃഖിച്ചു. ആ സമയത്ത് അടുത്തയാള് മേഘനാഥൻ, ഇന്ദ്രനെ ജയിച്ചു വന്നയാളാണ് ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്ത് പറഞ്ഞു, ഇന്ദ്രജിത്തിനെ വിളിച്ച് പറയുകയാണ്, പ്രിയതനയാ ശൃണുവചനമിഹ തവ സോദരൻ പ്രേതാലയം ബൂക്കിതു കേട്ടില്ലേ. നിന്റെ അനിയൻ പ്രേതാലയത്തിലേക്ക് പോയി മരിച്ചു എന്ന് കേട്ടില്ലേ. ഒരു കൊരങ്ങൻ വന്നിട്ട് നിന്റെ അനിയനെ കൊന്നു എന്ന്. നീ പോയി അവനെ കൊണ്ടുവരാൻ പറഞ്ഞു. നേരെ ഇന്ദ്രജിത്ത് പോവുകയാണ് അത്രേ. ഇന്ദ്രജിത്തിനെ കണ്ടിട്ടും ഹനുമാന് പരിഭ്രമമൊന്നുമില്ല. കാരണം രാമനാമം ജപിക്കുന്നവർക്ക്, രാമഭക്തന്മാർക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. രാമരാമ രാമരാമ ജപിച്ചുകൊണ്ട് ഇന്ദ്രജിത്തിന്റെ ഓരോരോ അസ്ത്രങ്ങളെയും പിടിച്ച് നുറുക്കിക്കളയാണ് അത്ര. ഇന്ദ്രജിത്ത് ഓരോ അമ്പയക്കുമ്പോഴും അതിനങ്ങോട്ട് പിടിക്കും, അങ്ങോട്ട് ചുരുട്ടി മടക്കി വലിച്ചെറിയും. ഇടയ്ക്ക് വലിയ വലിയ മരങ്ങളെടുത്ത് ഒരൊറ്റ ഏറെറിയുമ്പോൾ ഇന്ദ്രജിത്തിന്റെ ആ രഥത്തിന്റെ കൊട തകർന്നു വീണു, ഇന്ദ്രജിത്തിന്റെ രഥത്തിന്റെ ചക്രം തകർന്നു വീണു, ഇന്ദ്രജിത്തിന്റെ രഥം തന്നെ അവിടെ തകർന്നു വീണു. അവസാനമാണ് ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രത്തെ എടുത്തത്. ആ ബ്രഹ്മാസ്ത്രത്തെ എടുത്ത് നേരെ ഹനുമാന്റെ നേരെ അയക്കുമ്പോൾ ബ്രഹ്മദേവനാണ് വരണത് അസ്ത്രവുമായിട്ട്. ഹനുമാൻ വേഗം തൊഴുതു നിൽക്കുക അത്രയുണ്ടായത് ബ്രഹ്മാവിനെ കണ്ടപ്പോൾ. ആ ബ്രഹ്മാസ്ത്രം വന്ന് ഹനുമാനെ ബന്ധിച്ചു. ഹനുമാനെ ചുറ്റുമോട് കയറുകൊണ്ട് അങ്ങോട്ട് കെട്ടി പിന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുക. ഈ ബന്ധനസ്ഥനായി എന്നുണ്ടെങ്കിലും ഹനുമാന്റെ അടുത്തേക്ക് വരാൻ രാക്ഷസന്മാർക്ക് പേടിയായി ഇത്ര. ഇങ്ങനെയൊക്കെ പരാക്രമം കാട്ടിയ ആളാണേ. കെട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പതുക്കെ പതുക്കെ നടത്തി രാവണന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. കേമനായിട്ട് അങ്ങനെ ഞാൻ ഹനുമാനെ ബന്ധിച്ചു, ഞാൻ കുരങ്ങനെ ബന്ധിച്ചു എന്ന് പറഞ്ഞ അഹങ്കാരത്തോടു കൂടിയാണ് ഇന്ദ്രജിത്ത് മുമ്പിൽ നടക്കുന്നത്. പിന്നാലെ ഹനുമാൻ നടക്കണു, പിന്നാലെ മറ്റ് രാക്ഷസന്മാർ നടക്കണു. ദശവദന സുദാന നിലയതനയനെ അനിലതനയനെ, ദശവദന സുധൻ അനിലതനയനെ രാവണപുത്രൻ ആ വായുകുമാരനെ ഹനുമാനെ ബന്ധിച്ച് തൻ പിതാവ് മുമ്പിൽ വെച്ചു വണങ്ങിയിടിനാൻ. തൻ്റെ അച്ഛൻ രാവണന്റെ മുമ്പിൽ വെച്ച് നമസ്കരിക്കുകയാണ്. വലിയ കേമായിട്ടാണ് നമസ്കരിക്കണം, ഞാൻ വലിയൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ പവനജനോ മനസ്സിനൊരു പീഡയുണ്ടായില്ല, പണ്ടുദേവന്മാർ കൊടുത്ത വരത്തിനാൻ. ഹനുമാന് മനസ്സിന് പോലും, അല്ലെ ശരീരത്തിന് നല്ല മനസ്സിന് പോലും ഒരു വിഷമുണ്ടായില്ല പണ്ട് ദേവന്മാർ കൊടുത്ത വരത്തിനാൽ. ഇനി നമുക്കുള്ളതാണ് നളിനദളനേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജനിച്ചിടും ജനം സദാ. നമ്മളോടാണ് പറയണത്. ആ ശ്രീരാമദേവന്റെ നാമം ജപിക്കുന്ന ജനം എന്നാണ് പറയണത് അല്ലേ. സദാ ശ്രീരാമദേവന്റെ നാമം ജപിക്കുന്ന ജനങ്ങൾക്ക് എപ്പോഴും അമലഹൃതി മധുമഥന ഭക്തി വിശുദ്ധരായി ജ്ഞാനകർമ്മ കൃതബന്ധനം. ഒരു ക്ഷണനേരം പോലും അവർക്ക് മറ്റ് ബന്ധങ്ങളൊന്നും ഉണ്ടാവില്ല. ആര് പിടിച്ച് കെട്ടാൻ നോക്കിയാലും ഒന്നിങ്ങനെ കെട്ടിൽ പെട്ടു എന്ന് തോന്നുകയുള്ളൂ. അവിടുന്ന് അങ്ങോട്ട് രക്ഷപ്പെടും. രാവണന്റെ മുമ്പിൽ അങ്ങോട്ട് എത്തി ഹനുമാൻ ആ മുഖം അങ്ങോട്ട് ഉയർത്തിയിട്ട് രാവണനെ അങ്ങോട്ട് നോക്കലും കയ്യൊന്നും അങ്ങോട്ട് വളർത്തിയതേ ഉള്ളൂ. ഹനുമാന്റെ ആ ബന്ധനങ്ങൾ മുഴുവൻ അങ്ങോട്ട് വിട്ടു എന്ന് പറയുക. സ്വതന്ത്രനായിട്ട് മാറി. അവിടെയാണ് ജനം സദാ എന്ന് പറഞ്ഞത്. എല്ലാവരും രാമനാമങ്ങളെ ജപിക്കൂ. ഒരു ബന്ധവും ഒരു ബന്ധനവും അവരെ ബാധിക്കില്ല. ബന്ധങ്ങൾ ദുഃഖങ്ങളായിട്ട് മാറും. ദുഃഖം തരുന്നവരുമായിട്ട് ബന്ധപ്പെടരുത്, സുഖം തരുന്നവരുമായിട്ട് വേണം ബന്ധപ്പെടാൻ. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടരുത്, ഈശ്വരചിന്തയില്ലാത്തവരുമായിട്ട് ബന്ധപ്പെടരുത്, അത് ദുഃഖത്തിന് കാരണമാവും. ഈശ്വരചിന്തയുള്ളവരുമായിട്ട് വേണം അടുക്കാനായിട്ട്. അത് എത്ര ബന്ധങ്ങളിൽ പെട്ടാലും എത്ര ദുഃഖത്തിൽ പെട്ടാലും ഈശ്വരചിന്തയുള്ളവരുമായിട്ട് സജ്ജനങ്ങളുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ, രാമനാമം ജപിക്കുന്നവരുമായിട്ട് നമുക്ക് ബന്ധമുണ്ടെങ്കിൽ സകല വിഷമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് പറയണു. രാവണൻ ഇങ്ങോട്ട് അത്ഭുതപ്പെടുകയാണ് അത്രേ ഈ ഹനുമാനെ കണ്ടിട്ട്. ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം കൊണ്ട് കെട്ടിവന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് രക്ഷപ്പെട്ടപ്പോൾ ബ്രഹ്മാസ്ത്രത്തിന് പോലും പിടികൊടുക്കാത്ത ഒരാളോ എന്ന് ചിന്തിച്ച്, ഹരേ വാനരാ
ഇങ്ങനെയൊരു കുരങ്ങനോ എന്നാണ് രാവണൻ ചിന്തിച്ചത്. ഇത്ര ഒരു കുരങ്ങൻ വന്ന് ആക്രമണം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കേമനാവെന്ന് വിചാരിച്ചില്ല. ഇതൊരു സാധാരണ കുരങ്ങനല്ല കേട്ടോ. ഹനുമാൻ പറഞ്ഞു, സാധാരണ കുരങ്ങനല്ല ഞാൻ. ആരാ? രാമദൂതൻ, ശ്രീരാമന്റെ ദൂതനാണ് ഞാൻ. നീ എന്തിനാ വന്നത്? രാവണ, നിനക്ക് അന്ത്യശാസനം നൽകാൻ. അതിന് ആദ്യശാസനം ഉണ്ടായിട്ടില്ലല്ലോ. അന്ത്യശാസനം എന്ന് പറയാൻ ഇല്ല, ആകെ ഒരു ശാസനമേ ഉള്ളൂ, ആദ്യവും അന്ത്യവുമായിട്ട്. എന്താ? സീതാദേവിയെ നീ രാവണൻ കൊണ്ടുപോയി ശ്രീരാമചന്ദ്രന്റെ പാദത്തിൽ വെച്ച് ആ കാൽക്കൽ നമസ്കരിച്ച് ക്ഷമ ചോദിച്ചാൽ നിനക്ക് ഇനിയുള്ള കാലം സുഖമായിട്ട് കഴിയാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു കുരങ്ങനല്ലേ വന്നിട്ടുള്ളൂ, 1,00,000 വാനരന്മാരവിടെയുണ്ട്. വാനരാജാവായിട്ടുള്ള സുഗ്രീവൻ അവിടെയുണ്ട്, ജാംബവാൻ അവിടെയുണ്ട്, ലക്ഷ്മണ ഭഗവാൻ അവിടെയുണ്ട്. ഇതിനൊക്കെ ഉപരിയായിട്ട് സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ അവിടെയുണ്ട്. ആ രാമനും ലക്ഷ്മണനും ജാംബവാനും അംഗദനും സുഗ്രീവനും ഞാനും അടക്കം ഉള്ള വാനരന്മാര് വന്ന് നിന്റെ ലങ്കാനഗരം തല്ലിത്തകർത്ത് ഒരു കുരങ്ങൻ ഇത്ര തകർക്കാമെന്നുണ്ടെങ്കിൽ വാനരന്മാരെല്ലാവരും കൂടി വന്ന എന്താവും സ്ഥിതി? നിന്നെ നിഗ്രഹിച്ച് സീതാദേവിയെ എടുത്തുകൊണ്ട് പോവും. അത് വേണ്ടാച്ചാൽ സീതാദേവിയെ തിരിച്ചു കൊണ്ട് കൊടുത്തോളൂ. രാമദാസനായ ഹനുമാനാണ് ഞാൻ. ദാസന്റെ ശക്തി ഇതാണെങ്കിൽ ദേവന്റെ ശക്തി എന്താവുമെന്ന് ചിന്തിച്ചോളൂ എന്ന് പറയുമ്പോൾ ഇവനെ പിടിച്ചു കൊല്ലാൻ പറയുകയാണ് അത്ര രാവണൻ. അപ്പോഴാണ് വിഭീഷണൻ പറയണത്, ദൂതനെ കൊല്ലാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ശരി, ദൂതന്റെ മേലൊരു അടയാളം ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ ഹനുമാന്റെ വാനരന്മാർക്ക് പ്രിയം വാലാണല്ലോ. അതുകൊണ്ട് വാലിന് തീ കൊളുത്തി, തുണിയിട്ട് തീ കൊളുത്താം. ആ പൊള്ളിയ വാലുമായിട്ട് അവൻ പോട്ടെ. അവന്റെ വാല് കരിഞ്ഞത് കണ്ടാൽ രാവണന്റെ ആ ഒരു പരാക്രമം ശ്രീരാമൻ മനസ്സിലാക്കി അവിടുന്ന് തന്നെ പേടിച്ച് ഓടി പൊക്കോളും എന്നൊക്കെ പറയുക. ഇനി ഹനുമാന്റെ ആ വാലിന് തുണിയിട്ടണതും ആ തീ കൊളുത്തുന്നതും ആ വാലുകൊണ്ട് ഹനുമാൻ ലങ്ക മുഴുവൻ ചുട്ട് കത്തിക്കണതും തിരിച്ചു ചാടുന്നതും ആണ് അല്ലേ ലങ്കാദഹനം. നാളത്തെ പ്രഭാഷണ വിഷയമാണ്, അതുകൊണ്ട് അതിലേക്ക് കിടക്കണില്ല. ഈ സുന്ദരകാന്ഡത്തിലെ ഇത്രയും ഭാഗം ചെറുതായിട്ടെങ്കിലും ആ കടാമ്പുഴ അമ്മയുടെ സന്നിധിയിൽ വന്ന് നല്ല ശ്രദ്ധയുള്ള ഭക്തന്മാരുടെ മുമ്പിൽ പറ്റണതുപോലെ എന്നേ പറയാൻ പറ്റുള്ളൂ. വേണ്ട പോലെയായി എന്നോ കേമായി എന്നോ ഒന്നും പറയണില്ല. ആ അമ്മ എന്താണോ പറയാൻ നിശ്ചയിച്ചത്, ഏൽപ്പിച്ചത്, ആ നാവിലിരുന്നു കൊണ്ട് സരസ്വതി ദേവിയും ലക്ഷ്മി ദേവിയും ശക്തിയുമായിട്ടുള്ള ഒരു കടാമ്പുഴ അമ്മ നിശ്ചയിച്ചതുപോലെ എന്തൊക്കെയോ പറഞ്ഞ വാക്കുകളിൽ മുഴുവൻ സത്യമായിട്ടുള്ള കാര്യങ്ങൾ, ധർമ്മത്തിലേക്ക് നയിക്കാൻ വേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രാമായണത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമായിട്ട് ആചാര്യന്മാർ പറഞ്ഞു വെച്ച കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞതിന് മുഴുവൻ പ്രമാണങ്ങൾ വെച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ. എൻ്റേതായിട്ട് വാക്കുകളൊന്നുമില്ല. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ എല്ലാം ആ അമ്മ ക്ഷമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണു. അജ്ഞാത്വാ തേ മഹത്വം യതിഹനിഗതിതം വിശ്വനാഥ ക്ഷമേധ. പട്ടേരിപ്പാട് പറഞ്ഞതുപോലെ രാമായണത്തിൻ്റെ മഹത്വം ഒന്നും അറിയില്ല, ഹനുമാൻ സ്വാമിയുടെ മഹത്വവും ഒന്നും നേരാമണ്ണം അറിയില്ല. ആ കേട്ട കഥകളെ എന്തൊക്കെയോ പറഞ്ഞു. എന്തെങ്കിലും പിഴകളുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി അത് തിരുത്തി തരട്ടെ, സജ്ജനങ്ങൾ തിരുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കണു. സജ്ജനങ്ങളുടെ മുമ്പിൽ ഭഗവത് കഥകൾ പറയാനുള്ള ആ ഒരു ഭാഗ്യം തന്ന അമ്മയുടെ കാൽക്കൽ എല്ലാം സമർപ്പിക്കുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഏതാനും പിഴ ഞാൻ അറിഞ്ഞും അറിയാതെ ചൊല്ലിയിടിലും മാതാവാകിയ നീ ഒഴിഞ്ഞ അരുണ്ടിതു പുറത്തിയിടുവാൻ കാതോളം വിലസും നൽ കടാക്ഷം കൊണ്ടെന്നെ ക്ഷണം നോക്കിയാൽ ചേതം നിനക്ക് വന്നിടുമോ ശ്രീ കടാമ്പുഴയിൽ മേവും ശിവേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. പിഴയാകിലും പിഴകേടെന്നാകിലും തിരുവുള്ളമരുൾക ഭഗവാനേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ.